എൻ്റെ പേര് പാസ്റ്റർ നൈനാൻ കെ എബ്രഹാം. ഞാനിപ്പോൾ ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭയുടെ ചെങ്ങന്നൂർ സെൻട്രൽപ്പെട്ട കർമ്മേൽ ടൗൺ സഭ ചെങ്ങന്നൂർ സഭയുടെ ശുശ്രൂഷനായി കർത്താവിൻ്റെ മഹത്വമുള്ള ശുശ്രൂഷയിലായിരിക്കുന്നു. ഞാൻ ശുശ്രൂഷിക്കുന്ന സഭയിലെ വിശ്വാസിയാണ് ഡോക്ടർ ജോയ്സ് മാം. 1988 കാലയളവിൽ കർത്താവിൻ്റെ ദാസിയുടെ അനുഭവ സാക്ഷ്യം ഓഡിയോയിൽ റെക്കോർഡ് ചെയ്ത് വിവിധ രാജ്യങ്ങളിൽ പ്രസിദ്ധപ്പെടുത്തുവാനായിട്ട് ഇടയായി തീർന്നു. ജോയ്സ് മാമൻ്റെ കൂടെയുള്ള ഈ ജോലി എങ്ങനെയുണ്ട്? ഒത്തിരി ഹാപ്പിയാണ്, ആത്മീയമായിട്ടും എല്ലാം കൊണ്ടും. ഞാൻ ഡോക്ടർ ജോയ്സ് മാം എൻ്റെ പേര് ലീലാമണി. ഞാൻ ഡോക്ടറിനോട് 35 വർഷമായിട്ട് ജോലി ചെയ്യുന്നു. ഞാൻ ജോലിയിൽ വളരെ സന്തോഷവതിയാണ്. ലീലാമ്മ ഞങ്ങളുടെ കൂടെ വർഷങ്ങളായിട്ടുള്ളൊരു സ്റ്റാഫ്. എല്ലാ കാര്യത്തിലും ആത്മീയമായിട്ടും എല്ലാം നല്ല ആയിട്ടുള്ള ഒരാളാണ്. ഡോക്ടർ ജോയ്സ് മാമൻ്റെ കൂടെ ഉള്ള ജീവിതം വളരെ അഭിമാനകരമായി തോന്നാനുള്ള കാരണം എന്താ? സ്വഭാവം കൊണ്ടല്ലോ പെട്ടെന്ന് ദേഷ്യപ്പെടുവാണെങ്കിൽ ഒത്തിരി നല്ല നമ്മുടെ മക്കളെക്കാളൊക്കെ നമ്മളൊരു കാര്യം പറയാനാണെങ്കിൽ എല്ലാ തരത്തിലും നമുക്ക് അമ്മവേ അതുപോലെ തെങ്കാവ് ദേശം ദൈവദാസിയെ ഉപദ്രവിക്കാനായി ചെന്ന സമയത്തൊക്കെയും ടേർ എത്തിക്കുകയും ഒക്കെ ചെയ്തപ്പോൾ ദൃക്സാക്ഷിയാണോ? അത് കേട്ട അനേകർ യേശുക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി അംഗീകരിച്ച് ദൈവ കൃപ അനുഭവിക്കാനായിട്ട് ഇടയായിട്ടുണ്ട്. കർത്താവിൻ്റെ ദാസൻ ഇവാഞ്ചലിസ്റ്റ് കൊച്ചേപ്പ് വർഗീസ് അവരുടെ ഹൃദയത്തിൽ ദൈവാത്മാവ് കൊടുത്ത പ്രേരണ അനുസരിച്ച് കർത്താവിൻ്റെ ദാസിയുടെ അനുഭവ സാക്ഷ്യം വീഡിയോയിൽ റെക്കോർഡ് ചെയ്ത് ലോകത്തിലുള്ള എല്ലായിടത്തും പ്രസിദ്ധപ്പെടുത്തുവാനായിട്ട് കർത്താവിൻ്റെ ദാസൻ്റെ ദൈവത്തിൻ്റെ ആത്മാവ് കൊടുത്ത പ്രേരണയ്ക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഈ അനുഭവ സാക്ഷ്യം കേട്ടും കണ്ടും അനേകർ യേശുക്രിസ്തുവിൻ്റെ സുവിശേഷത്തിന് വേണ്ടി വേർതിരിയുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് ഇടയാകട്ടെ. അനേകർക്ക് നിത്യതയിൽ പോകുവാനുള്ള അവസരം ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എന്നെ കേൾക്കുന്ന എല്ലാ ദൈവമക്കൾക്കും വേഗം വരുന്നവനായ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ ആദ്യമായി അറിയിക്കുന്നു. ഇപ്പോൾ നിങ്ങൾ കേൾക്കാൻ പോകുന്നത് കർത്താവിൻ്റെ ദാസി ഡോക്ടർ ജോയ്സ് മാമൻ അവരുടെ സാക്ഷ്യമാണ്. അനേക വർഷങ്ങൾക്ക് മുമ്പ് മലയാളി സമൂഹത്തെ ഞെട്ടിപ്പിച്ച ഒരു വലിയ സംഭവമായിരുന്നു ഡോക്ടർ ജോയ്സ് മാമൻ്റെ യാക്കോബായിൽ നിന്നും പെന്തക്കോസ്ത് കോളത്തിലേക്ക് വന്ന വരവ്. കാരണം ഞാനും ഒരു പുത്തൻകാവുകാരനായതുകൊണ്ട് പുത്തൻകാവിൽ നടന്ന സംഭവം ഞങ്ങൾക്ക് വളരെ അറിയാവുന്നതാണ്. കർത്താവിൻ്റെ ദാസിക്ക് ഉണ്ടാകുന്നതിലപ്പുറമായി വേറൊരു കുടുംബത്തിൽ ഞങ്ങളുടെ അയൽവക്കത്ത് തന്നെ നടന്നിട്ടുണ്ട്. പക്ഷേ അതൊക്കെ വലിയ സാക്ഷ്യമെന്ന് നമുക്ക് പറയാൻ സാധിക്കും. എന്നാൽ ഡോക്ടർ ജോയ്സ് മാമനിൽ ഉണ്ടായ ആ അനുഭവമെന്ന് പറയുന്നത് ആരെയും ഞെട്ടിപ്പിക്കുന്നതും ഇതിനു മുമ്പ് അങ്ങനെ ഒരു സംഭവം ആരിലും ഉണ്ടായിട്ടുമില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അനേകരെ രൂപാന്തരപ്പെടുത്തിയ ദൈവദാസിയുടെ സാക്ഷ്യം എനിക്കും നിങ്ങൾക്കും കേൾക്കുവാൻ, കാണുവാൻ, വീഡിയോയിലൂടെ ഇൻ്റർനെറ്റിലൂടെ കാണുവാൻ ഇടയാക്കുന്നത് തന്നെ ഒരു വലിയ അനുഗ്രഹമാണ്. കഴിഞ്ഞ 2011 ഞാൻ കടന്നു വന്നപ്പോൾ ദൈവദാസ്യമായിട്ട് വീഡിയോയിൽ റെക്കോർഡ് ചെയ്യുന്ന കാര്യം പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു, ഇപ്പോൾ ഈ പ്രാവശ്യം വേണ്ട, ഞാൻ അടുത്ത പ്രാവശ്യം വരുമ്പോൾ ആകട്ടെ എന്ന് ചിന്തിച്ചു പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ട് പോകുന്നു. ഇത് 2014 ഇങ്ങനെ ഒരു സംഭവത്തിന് വേണ്ടി തുടക്കമിടുവാൻ ദൈവം എന്നെ സഹായിച്ചു. കർത്താവിൻ്റെ ദാസിയുടെ സാക്ഷ്യത്തിനായി നമുക്ക് ശ്രദ്ധയെ തിരിക്കാം. കർത്താവിൻ്റെ ദാസിയെ അതിനായി ക്ഷണിക്കാം. ദൈവം കർത്താവിൻ്റെ ദാസിയെ അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യട്ടെ. ഞാൻ ഡോക്ടർ ജോയ്സ് മാമൻ, 74 വയസ്സ്. ഞാൻ സ്ഥിരമായി ചെങ്ങന്നൂർ പുത്തങ്കാവിൽ പാർക്കുന്നു. എനിക്കൊരു മകനും ഒരു മകളുമുണ്ട്. ഞാൻ വെല്ലൂർ ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജിൽ നിന്ന് 64 MBBS ബിരുദവും 71 MD ജനറൽ മെഡിസിൻ മദ്രാസ് മെഡിക്കൽ കോളേജിൽ നിന്നും സമ്പാദിക്കുവാൻ ദൈവം കൃപ ചെയ്തു. അതിനുശേഷം ഞാൻ മദ്രാസ്, ബാംഗ്ലൂർ, മണർകാട്, പുത്തങ്കാവ്, കലിശ്ശേരി, ഇപ്പോൾ സ്വന്തം വീട്ടിലും പ്രാക്ടീസ് ചെയ്യുന്നു.
88 വരെയും ഞാനൊരു ദൈവവുമായിട്ട് യാതൊരു ബന്ധവുമില്ലാതെ ജീവിച്ചു. എന്നാൽ 88-ൽ എൻ്റെ വീട്ടിലൊരു ദൈവദാസൻ കടന്നു വന്ന് എൻ്റെ ഭിത്തികളിൽ നോക്കിയിട്ട് ചോദിച്ചു, ഡോക്ടർ ഇവരോടൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ടോ? കന്യമറിയമ്മയുടെ ഒരു പടവും പരിമല തിരുമേനിയുടെ ഫോട്ടോയും എല്ലാം എൻ്റെ മുറിക്കകത്തുണ്ടായിരുന്നു. ഡോക്ടർ ഇവരോടൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ടോ? ഞാൻ പറഞ്ഞു, അവർക്കെതിരായിട്ട്, പ്രത്യേകിച്ച് കന്യമറിയമ്മയ്ക്ക് എതിരായിട്ട് ഒന്നും പറയരുത്. അവർക്ക് മാത്രമേ ഉള്ളൂ എൻ്റെ ദുഃഖം അറിയാൻ സാധിക്കുന്നു. ഒരു സ്ത്രീയെന്നും ഒരു ഭാര്യയെന്നുള്ള നിലയ്ക്ക് ഞാൻ അനുഭവിക്കുന്ന ദുഃഖം പൂർണ്ണമായി മനസ്സിലാക്കുന്നത് ആ സഹോദരി മാത്രമേ ഉള്ളൂ. അപ്പോൾ അദ്ദേഹം റോമർ 1-ാം അധ്യായം എടുത്തിട്ട് ഒരു 2 വാക്യങ്ങൾ എന്നെ കൊണ്ട് വായിപ്പിച്ച് 26-ാം വാക്യം, അക്ഷയനായ ദൈവത്തിൻ്റെ തേജസ്സിനെ അവർ ക്ഷയമുള്ള മനുഷ്യൻ, പക്ഷി, ഇഴജാതി എന്നിവയുടെ സാദൃശ്യത്തിലാക്കി തീർത്തു. സൃഷ്ടിച്ചവനേക്കാൾ സൃഷ്ടിയെ അവർ ഭജിച്ചു. ഈ 2 വാക്യശകലങ്ങൾ എന്നെക്കൊണ്ട് തന്നെ വായിപ്പിച്ചു. എനിക്കപ്പോൾ അതിനെപ്പറ്റി വലിയ ചിന്ത ഉണ്ടായില്ല. ഡോക്ടർ ഇതൊന്ന് വായിച്ച് അതിനെപ്പറ്റി ഒന്ന് ധ്യാനിച്ചേര് എന്ന് പറഞ്ഞു. എന്നിട്ട് എന്നോട് പറഞ്ഞു, മുട്ടുകുത്തി ഞാൻ പറയുന്ന വാക്കുകൾ എൻ്റെ കൂടെ പറയാൻ. രക്ഷയുടെ വാക്യങ്ങളാണ് പറഞ്ഞത്. എനിക്കപ്പോൾ രക്ഷയെന്നൊന്നും വലിയതായിട്ട് അറിയത്തില്ല. അതുകൊണ്ട് ഞാൻ പറയുകയും ചെയ്തു. അന്ന് രാത്രിയിൽ ഞാൻ എൻ്റെ കട്ടിലിന് താഴെ ഞാൻ കർത്താവിനോട് പറഞ്ഞു, കർത്താവേ, ഞാൻ ഈ പറഞ്ഞതൊക്കെ എന്താണെന്ന് എനിക്ക് വ്യക്തമായി ഒന്ന് മനസ്സിലാക്കി തരണമേ എന്ന് പറഞ്ഞപ്പോഴാണ് സൃഷ്ടിതാവുള്ളപ്പോൾ ഏത് സൃഷ്ടിയോട്, ഒരു മനുഷ്യനോട് പ്രാർത്ഥിക്കുന്ന പാപമാണെന്ന് വ്യക്തമായി എനിക്ക് മനസ്സിലായി. പരിമല തിരുമേനിയോടും മാതാവിനോടും ഒക്കെ പ്രാർത്ഥിക്കുന്നത് പാപമാണെന്ന് വ്യക്തമായി മനസ്സിലായത് എനിക്ക്. അതായത് സൃഷ്ടിതാവുള്ളപ്പോൾ സൃഷ്ടിയെ ഭജിക്കുന്നത് പാപമാണെന്ന് ആദ്യമായി എനിക്ക് മനസ്സിലായത് അന്നാണ്. അന്ന് ഞാൻ നിന്ന് ദൈവത്തോട്, ദൈവമേ, ഇത്രയും നാൾ ഞാൻ പാപത്തിലാണല്ലോ ജീവിച്ചത്, നിൻ്റെ വചനത്തിന് വിരോധമായി ഞാൻ ജീവിച്ചല്ലോ, ഇന്ന് ഞാൻ അത് നിർത്തുവാൻ ആഗ്രഹിക്കുന്നു, എന്നോട് ക്ഷമിക്കണമേ, എന്നെ കഴുകി ശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിച്ചിട്ട് ഞാൻ കിടക്കുകയുണ്ടായി. രാത്രിയുടെ ഒരു പാതിരാത്രിയായപ്പോൾ ഞാനൊരു ദർശനം കാണുന്നു. നല്ല നീല വെള്ളത്തിൽ ഒരു വെള്ള വസ്ത്രധാരിയായ ഒരു പുരുഷൻ വെള്ള വസ്ത്രം ധരിച്ച ഒരു സ്ത്രീയെ സ്നാനപ്പെടുത്തുന്ന പടമാണ് ഞാൻ കാണുന്നത്. ഞാൻ അത് നോക്കിയിട്ട് എനിക്കൊന്നും മനസ്സിലാകാഞ്ഞുകൊണ്ട് ഞാൻ ഉറങ്ങാൻ നോക്കിയപ്പോൾ, നീ സൂക്ഷിച്ച് നോക്ക്, അത് പാസ്റ്റർ ജോൺസൺ നിന്നെ സ്നാനപ്പെടുത്തുകയാണ് എന്നൊരു ശബ്ദം ഞാൻ കേട്ടു. ഞാൻ വീണ്ടും കിടന്നുറങ്ങി. പാസ്റ്റർ ജോൺസൺ ആരാണെന്ന് എനിക്കറിയത്തില്ല. നേരം വെളുത്ത് എൻ്റെ കൂടെ നിൽക്കുന്ന വിശ്വാസി ജോലിക്കാരിയെ വിളിച്ചു ചോദിച്ചു, പാസ്റ്റർ ജോൺസൺ ആരാ? അങ്ങനെ ഒരാൾ പുത്തൻതെരുവിലുണ്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അദ്ദേഹത്തെ ചെന്നൊന്ന് വിളിച്ചുകൊണ്ട് വാ. അദ്ദേഹത്തെ വിളിച്ചു. അദ്ദേഹം ഉടനെ തന്നെ വരികയുണ്ടായിട്ട് എനിക്ക് സംഭവിച്ച ഈ കാര്യങ്ങൾ പറഞ്ഞു. അത് വേദപുസ്തകത്തിലുള്ളതാണ് ഡോക്ടറെ. രാത്രി കാലങ്ങളിൽ അവൻ നിൻ്റെ കാതുകളെ തുളയ്ക്കുന്നു എന്ന്, അതായത് ദൈവവചനം കേൾക്കത്തക്കോണം നിൻ്റെ കാതുകളെ തുളയ്ക്കുന്നു എന്നൊരു വചനം എന്നെ വായിച്ച് കേൾപ്പിച്ചു. ദൈവം ഡോക്ടറോട് സംസാരിക്കുകയായിരുന്നു, സ്നാനപ്പെടണം എന്ന് സംസാരിക്കുകയായിരുന്നു. അത് കേട്ട് കഴിഞ്ഞപ്പോൾ ദൈവം എന്നോട് സംസാരിച്ചെന്ന് കേട്ടപ്പോൾ എനിക്ക് ഉടനെ സ്നാനപ്പെട്ടേ ഒക്കത്തുള്ളൂ. ഉടനെ തന്നെ സ്നാനപ്പെടാൻ ഒക്കത്തില്ല. അതൊരു ചൊവ്വാഴ്ച ബുധനാഴ്ചയായിരുന്നു. ഞായറാഴ്ച സ്നാനപ്പെടുത്താം എന്നുള്ള വാക്കിൽ അദ്ദേഹം മടങ്ങിപ്പോയി. ആ ഞായറാഴ്ച അവരുടെ ആരാധനയ്ക്ക് കടന്നു ചെല്ലണം. അവരുടെ മുൻപിൽ എഴുന്നേറ്റ് സ്നാനപ്പെടണമെന്ന് പറയണം. സഭയുടെ പെർമിഷനോട് കൂടി ഞാൻ കൊണ്ട് സ്നാനപ്പെടുത്താമെന്ന് പറഞ്ഞു. ഞാൻ അങ്ങനെ തന്നെ ചെയ്തു. ഞായറാഴ്ച ആദ്യമായൊരു പെന്തിക്കോസ്ത് ആരാധനയ്ക്ക് ഞാൻ കടന്നുപോയി, നിലത്ത് പോയിരുന്നു, സാക്ഷ്യം പറഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ അദ്ദേഹം എന്നോട് പറയുകയുണ്ടായി, ഈ ദേശത്ത് സ്നാനപ്പെടുത്താൻ ഒക്കത്തില്ല, പുത്തങ്കാവിലൊക്കെ ജനം ഇളകിയേക്കും ഡോക്ടറെ സ്നാനപ്പെടുത്തുന്നത്. അതുകൊണ്ട് നമുക്ക് വേറെ ഒരു സ്ഥലത്ത്, പരിമലയുടെ അടുത്തൊരു സ്ഥലത്ത് കൊണ്ടുപോയി ഞാൻ സ്നാനപ്പെടുത്താം എന്ന് പറഞ്ഞു. ഞങ്ങളെല്ലാവരും സഭയായി അവിടെ പോയി എന്നെ സ്നാനപ്പെടുത്തുമ്പോൾ ആറ്റിൻ്റെ 2 കരയിലും നിറയെ ജനാവലിയായിരുന്നു. ആരാ സ്നാനപ്പെടുന്നതെന്ന് അവർക്കറിയത്തില്ല, എങ്കിലും ഒരു ഡോക്ടറാണ് സ്നാനപ്പെടുന്നതെന്ന് ദേശം മുഴുവൻ അറിഞ്ഞുകൊണ്ട് അവരെല്ലാം ഇത് കാണാൻ വന്നു. ഞാനങ്ങനെ സ്നാനം സ്വീകരിച്ചു. തിരിച്ച് വീട്ടിൽ വന്ന് ഞാൻ ആദ്യം ചെയ്തത് യാക്കോബ പള്ളിക്കാർക്ക്
ഞാൻ എൻ്റെ മര്യാദയിൽ ഞാൻ എഴുതി കൊടുത്തു, ഞാൻ ഇനിയും നിങ്ങളുടെ ചർച്ചിലെ അംഗമായി തുടരാൻ ഇഷ്ടപ്പെടുന്നില്ല. ഞാനിന്ന് വിശ്വാസ സ്നാനം സ്വീകരിച്ച് ഞാനൊരു പെന്തിക്കോസ്ത് വിശ്വാസിയാണ്, എങ്കിലും ആശുപത്രി തുടരാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്നും എഴുതിയിരുന്നു. പിറ്റേ ദിവസം തന്നെ പള്ളിക്കാരെല്ലാവരും എൻ്റെ മുറിക്കകത്ത് വന്ന്, അങ്ങനെ ഒക്കത്തില്ല, പെന്തിക്കോസ്തുകാർക്ക് ഞങ്ങൾ ഈ കെട്ടിടം കൊടുക്കത്തില്ല, ഇപ്പോൾ തന്നെ ഇറങ്ങിത്തരണം. അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് എങ്ങനെ ഇറങ്ങാൻ വെക്കും? 5-6 ഡിപ്പാർട്ട്മെൻറ്റിലുള്ള ഒരു ആശുപത്രി, 10-40 തൊഴിലാളികളുള്ള ആശുപത്രി, ഒരു 10 ലോറി നിറയെ ഉള്ള സാധനങ്ങൾ, ഇതെല്ലാം ഞാൻ എങ്ങോട്ട് മാറ്റും? അതൊന്നും ഞങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല, ഉടനെ ഇറങ്ങിത്തരണം. ഞാനപ്പോൾ എൻ്റെ മാനുഷിക ബുദ്ധിയിൽ ഞാൻ ഉടനെ DYSPയെ വിളിച്ച് ഈ വിവരം പറഞ്ഞു. DYSP പറഞ്ഞു, ഒരു പോലീസല്ല, കോടതിയിൽ നിന്നൊരു സ്റ്റേ നമുക്ക് മേടിക്കാം, അവർ കയറുകയോ ഡോക്ടറെ തൊടുകയോ ചെയ്യത്തില്ല എന്ന് പറഞ്ഞ് ഞാൻ ഒരു വക്കീലിനെ വിളിച്ച് പറഞ്ഞു എനിക്കൊരു സ്റ്റേ മേടിച്ച് തരാനായിട്ട്. ഞാനപ്പോൾ എല്ലാം മാനുഷിക ബുദ്ധിയിലാണ് ചെയ്യുന്നത്, വേറൊരു ശക്തി എന്നിൽ കൂടി വ്യാപരിക്കുന്നു എന്നുള്ള അറിവ് എനിക്കില്ല. ഞാൻ അങ്ങനെ മാനുഷ്യമായിട്ടൊരു സ്റ്റേ മേടിച്ച് ഞാൻ വളരെ ധൈര്യമായിട്ട് അവിടെ ഇരിക്കുക. ഒരു സന്ധ്യാസമയം ഒരു 4 മണി 5 മണി ആയപ്പോഴേക്ക് എനിക്കൊരു ഫോൺ വന്നു. പിരളശ്ശേരിയിൽ നിന്ന് ഒരു വലിയ ജാഥ 10,000 പേര് പന്തം പിടിച്ചുകൊണ്ട് ആശുപത്രിക്ക് ലക്ഷ്യമാക്കി വരുന്നുവെന്ന്. ഞാനപ്പോൾ DYSPയെ വിളിച്ച് പറഞ്ഞു. അപ്പോഴത്തേക്ക് DYSPയും അസിസ്റ്റൻസും എല്ലാം കൂടി ഒരു 3 വാൻ നിറയെ പോലീസ് അവിടെ വന്നു. ഡോക്ടറെ മതിലിനകത്ത് ആർക്കും കയറാൻ ഒക്കത്തില്ല, കാര്യം സ്റ്റേ ഉള്ളതുകൊണ്ട്. അതുകൊണ്ട് ഡോക്ടർ ധൈര്യമായിട്ട് നിന്നോളാൻ പറഞ്ഞു. അപ്പം ഞാൻ വരാന്തയിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ ദൂരേന്ന് പന്തം പിടിച്ചുകൊണ്ട് വരുന്ന കണ്ടു. അപ്പം ഞാനവിടെ നിന്ന്, ദൈവമേ, ഒരു മഴ പെയ്തായിരുന്നെങ്കിൽ ഈ പന്തമെല്ലാം അങ്ങ് കെട്ടേനുമല്ലോ, അപ്പോൾ നീ ജീവിക്കുന്ന ദൈവമാണ്, നീ എൻ്റെ പക്ഷത്താണ്, നീ ദേശം അറിയുമായിരുന്നല്ലോ. ഞാൻ നിഷ്കളങ്കതയിൽ പറഞ്ഞതാണ്. പക്ഷേ ദൈവം, എളിയവരെ ആദരിക്കുന്ന ദൈവം, ആ സമയത്ത് മഴയുള്ള സമയമേ അല്ല, വലിയ ഇടിയും മിന്നലും പെരുമഴ 5 മിനിറ്റിനകം പെയ്തു കഴിഞ്ഞു. ഈ പന്തമെല്ലാം റബ്ബറിൻ്റെ ടയർ ചുറ്റിയുണ്ടാക്കിയ പന്തങ്ങളാണ്. ആ പന്തങ്ങളെല്ലാം കത്തി കയ്യെ കൂടെ ഒഴുകി വലിയ കരച്ചിൽ ഉയർന്ന് പന്തമെല്ലാം എല്ലാത്തിടത്തും വലിച്ചെറിയുന്നത് കാണാൻ ഞങ്ങൾക്ക് മേലെ നിന്നുകൊണ്ട് എല്ലാവരും 10 മിനിറ്റ് കൊണ്ട് എല്ലാവരും സ്ഥലം വിട്ട് പോയി കഴിഞ്ഞു. അപ്പോഴത്തേക്ക് പള്ളിയിൽ 50,000 രൂപ കൊടുത്തും വാങ്ങിച്ചൊരു മണി ഉണ്ടായിരുന്നു. ആ 1 മാസത്തിനകം വാങ്ങിയ ഒരു വലിയ മണി, അത് കൂട്ടമണി അടിക്കാൻ തുടങ്ങി. കൂട്ടമണി അടിച്ചപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഈ മണിയുടെ നാക്കങ്ങ് ഒടിഞ്ഞുപോയി. അപ്പോഴത്തേക്ക് അവിടെ വിളിച്ച് പറയൂ, പെന്തിക്കോസ്തുകാരെ അറിയരുതേ എന്ന്. അത് പിന്നെ ഞാൻ മനസ്സിലായത് ഈ നാക്ക് ഒടിഞ്ഞതിൻ്റെ കൊണ്ടാണെന്ന്. ഏതായാലും മഴയുടെ കാഠിന്യം കൊണ്ട് എല്ലാവരും വീട്ടിലും പോയി. ഞാനന്ന് ആശുപത്രിയിൽ തന്നെ താമസിക്കാൻ തീരുമാനിച്ചു. സ്റ്റാഫ് എല്ലാം ആശുപത്രിയിൽ അന്ന് കിടക്കാനായിട്ട് തീരുമാനിച്ചു. ഞാൻ എൻ്റെ മുറിയിൽ പോയി സുഖമായി കിടന്ന് രാത്രി മുഴുവൻ ഉറങ്ങി. ഒരു 5 മണിയായപ്പോൾ എൻ്റെ ഡോറിന് കൊട്ടുന്ന കേട്ടുകൊണ്ട് ഞാൻ എഴുന്നേറ്റപ്പോൾ സ്റ്റാഫ് വന്ന് പറഞ്ഞു, നമ്മുടെ ആശുപത്രി കംപ്ലീറ്റ് അവർ ബ്ലോക്ക് ചെയ്തു. ഗേറ്റിന് 2 ഗേറ്റിൻ്റെ മുൻപിൽ വലിയ തുരങ്കങ്ങൾ കുഴിച്ച്, അതായത് നമുക്ക് അപ്പുറത്തോട്ടും പോകാനൊക്കത്തില്ല, പുറത്തുള്ളവർക്ക് അകത്തും വരാൻ ഒക്കാത്തതുപോലെ ഇത് ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് പിടിയിൽ നിൽക്കാത്ത പോലെ സീരിയസ് ആണല്ലോ എന്നോർത്ത്. ഞാൻ ചോദിച്ചു, ഇവിടെ നിന്ന് പോലീസ്? അപ്പോൾ DYSP രാത്രിയിൽ പോകുന്ന സമയത്ത് എന്നോട് പറഞ്ഞു, ഡോക്ടറെ 3-4 പോലീസിനെ ഞാനിവിടെ നിർത്തിയിട്ടുണ്ട്, ഒന്നും സംഭവിക്കത്തില്ല. ഞാൻ ചോദിച്ചു, 3-4 പോലീസ് ഇവിടെ ഉണ്ടായിട്ട് എന്തായി? അവരെ എല്ലാം പള്ളിമുറിയിൽ വിളിച്ച് മദ്യം ആവശ്യത്തിലധികം കൊടുത്ത് എല്ലാവരും അതിൻ്റെ ഇഫക്റ്റിൽ അവർ കണ്ടുകൂടെ കാണത്തില്ല ഈ തുരങ്കം കുഴിക്കുന്നത്. നേരം വെളുത്തപ്പോഴത്തേക്ക് സ്ത്രീകളെല്ലാം കൂടെ, അപ്പോൾ പുരുഷന്മാർക്ക് അകത്ത് കയറാൻ അനുവാദമില്ലാത്ത ഇതിൻ്റെ വിധി അനുസരിച്ച് സ്ത്രീകൾ ഒരു 10,000 സ്ത്രീകൾ എരച്ച് ഹോസ്പിറ്റലിൽ കയറി ഈ സ്റ്റാഫിനെയെല്ലാം ഓരോ മുറിക്കകത്തിട്ടങ്ങ് പൂട്ടി. ഞാൻ മാത്രം പുറത്ത് പറഞ്ഞു, നടക്കടി അവിടെയൊക്കെ പള്ളിമുറിയിലേക്ക്. അപ്പോൾ നിലമെല്ലാം ചള്ളയെ ചവിട്ടിയ കാല് നമുക്ക് പൊക്കാൻ പാടില്ലാത്ത പോലെ ചള്ളയിൽ എൻ്റെ ചെരുപ്പ് കുടുങ്ങി കിടക്കുന്ന ഒരവസ്ഥ.
എന്നെയും കൊണ്ട്. അപ്പോൾ എൻ്റെ കൂടെ സ്ത്രീകളൊന്നുമില്ല, എല്ലാം പുരുഷന്മാരാണ്. എനിക്ക് വീഴുമോയെന്ന് പേടിയുമുണ്ട്. ഒരു വിധത്തിൽ ദൈവമേന്ന് വിളിച്ചുകൊണ്ട് പോയി പള്ളിമുറിയിൽ ചെന്നപ്പോൾ അച്ഛനും കമ്മിറ്റി അംഗങ്ങളെല്ലാം ഒരു വട്ടമേശയുടെ ചുറ്റും ഇരിക്കുന്നു. എനിക്ക് ഇരിക്കാൻ സീറ്റ് തന്നു. സീറ്റ് തന്നിട്ട് പറഞ്ഞു, ഒരു കാര്യം മാത്രം ചെയ്താൽ മതി, ഞാൻ പെന്തിക്കോസ്തല്ല, ഞാൻ തിരിച്ച് ഓർത്തഡോക്സായിട്ട് തന്നെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് എഴുതി തരികയാണെങ്കിൽ ഇപ്പോൾ ഇതെല്ലാം നിർത്തി ഡോക്ടർക്ക് എത്ര നാൾ വേണേലും ആശുപത്രി നടത്താം, അല്ലേ എന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ഭാവം മാറും. ഞാൻ പറഞ്ഞു, ഞാൻ പെന്തിക്കോസ്തായി, പെന്തിക്കോസ്തിൽ തന്നെ ഇനി ജീവിക്കും. നിങ്ങൾ ആശുപത്രി തന്നാലും തന്നില്ലെങ്കിലും ഞാൻ അതിൽ തന്നെ നിൽക്കും. അപ്പോഴത്തേക്ക് അവരുടെ സ്വരം മാറ്റി, അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ തന്നെ ഇറങ്ങി തന്നിരിക്കണം. ഞാൻ പറഞ്ഞു, എനിക്കിപ്പോഴെങ്ങനെ ഇറങ്ങാൻ ഒക്കുന്നത്? ഇത്രയും സാധനങ്ങൾ വെച്ചുകൊണ്ട് ഞാൻ എങ്ങോട്ട് ഇറങ്ങും? അത് ഞങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല, ഇറങ്ങിയേ ഒക്കത്തുള്ളൂ എന്ന് പറഞ്ഞ് എഴുന്നേക്ക എന്ന് പറഞ്ഞ് എന്നെ തിരിച്ച് എസ്കോട്ട് ചെയ്ത് ആശുപത്രി കൊണ്ടുവിടുക. അപ്പോൾ അങ്ങ് ചള്ളയാണ്. അപ്പോൾ പുറകിൽ നിന്നും ആളുകൾ പറഞ്ഞു, തള്ളടാ, താഴെ വീഴട്ടെ, നമുക്ക് കുഴിച്ചിടാം ഇവിടെ തന്നെ. ഈ കൂടെ വന്ന ആളുകൾ അപ്പോഴും ഞാൻ മനസ്സിൽ പ്രാർത്ഥിച്ചു, ദൈവമേ ഇവരുടെ മുമ്പിൽ ഞാൻ അവഹേളിക്കപ്പെടരുതെന്ന്. ആശുപത്രിയുടെ അവിടെ ചെന്നപ്പോൾ ഞാൻ പോലീസുകാരോട് പറഞ്ഞു, ഈ പൂട്ടിയിട്ടിരിക്കുന്ന സ്റ്റാഫിനെ മുഴുവൻ നിങ്ങളിപ്പോൾ അഴിച്ചു വിടണം. അവരെല്ലാം നിരപരാധികളാണ്, അവരൊന്നും ഒരു തെറ്റും ചെയ്തിട്ടില്ല. നിങ്ങളതുകൊണ്ട് അവരെ അങ്ങ് വിടുക. നിങ്ങൾക്ക് എന്താ എന്നോട് ചെയ്യാനുള്ളത് ചെയ്തോളുക. അപ്പോൾ അവരെയെല്ലാം തുറന്നു വിട്ടു. അവരെയെല്ലാം പുരുഷന്മാരെയെല്ലാം അടിച്ചു. സ്ത്രീകളെ ഒന്നും തൊട്ടതായി കേട്ടിട്ടില്ല. പുരുഷന്മാരെല്ലാം ഓടി മതിൽ ചാടിയെല്ലാം പുറത്തു പോയി കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു, ഞാൻ എൻ്റെ കാറ് വീട്ടിൽ പോകും എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ കാറ് നോക്കിയപ്പോൾ ടയറെല്ലാം തുളച്ചില്ല, എല്ലാം അഴിച്ചു വിട്ടിരിക്കുക. എൻ്റെ ഡ്രൈവറും എങ്ങുമില്ല, ഡ്രൈവർ ജീവനും കൊണ്ട് ഓടിപ്പോയി. അപ്പോൾ എനിക്ക് പോകാൻ വണ്ടിയില്ല. അവർ തന്നെ ഒരു ടാക്സി വിളിച്ച് തടിയിട്ട്, ഈ തുരങ്കത്തിൻ്റെ മേലെ കൂടെ തടിയിട്ട് ആ കാറയിൽ കയറ്റി. അപ്പം പഞ്ചായത്ത് പ്രസിഡൻറ്റോ ആരാണ്ട് ഒരു സ്ത്രീ, ഞാൻ പറഞ്ഞു, എനിക്ക് എസ്കോട്ടൊന്നും ആവശ്യമില്ല, എൻ്റെ കൂടെ ആരും കയറുകയുമുണ്ട്, ഞാൻ തന്നെ പൊക്കോളാം. പക്ഷേ അപ്പം പോലീസ് എസ്കോട്ട് വന്നു, കാറിൻ്റെ അകത്ത് കയറിയില്ല, പുറത്ത്. ഞാൻ പറഞ്ഞു, പുറത്ത് ആരെങ്കിലും നിന്നോ, എൻ്റെ കൂടെ ആരും കാറേ കയറേണ്ട ആവശ്യമില്ല. കാറ് മുമ്പോട്ടെടുത്തിട്ട് ഒരടി മുമ്പോട്ട് കാറ് എടുക്കണമെങ്കിൽ 5 മിനിറ്റ് എടുക്കും. അങ്ങനെ പതുക്കെ നിരങ്ങി മെയിൻ റോഡ് കോഴഞ്ചേരി മാവേലിക്കര റോഡിൽ കയറി എഴഞ്ഞ് അപ്പോൾ എല്ലാ വണ്ടികളും കോഴഞ്ചേരി മാവേലിക്കര റോഡിൽ ബ്ലോക്ക് ചെയ്തിട്ടിരിക്കുക. അപ്പം പിന്നെ ഞാൻ പലയിടത്ത് പോയി സാക്ഷി പറഞ്ഞിട്ടുള്ളപ്പോൾ മീറ്റിങ്ങിന് ശേഷം പലരും വന്ന് പറഞ്ഞപ്പോഴാണ് ഞാനിതറിയുന്നത്. ഡോക്ടറെ, ആ യാത്ര ഞങ്ങൾ കണ്ടവരാണ്, ഞങ്ങളൊക്കെ ബസ്സുകളിലിരുന്നവരാണ്, ഞങ്ങളെല്ലാം അവിടെ തന്നെ കൈകൂപ്പി ദൈവത്തോട് പ്രാർത്ഥിച്ചു, ആ സഹോദരിയെ നിർത്തണേ, വീണു പോകരുതേ എന്ന് ഞങ്ങളെല്ലാം പ്രാർത്ഥിച്ചവരാണ്. ഏതായാലും ഞാൻ എൻ്റെ വീടിനോടടുത്ത് പതുക്കെ നിരങ്ങി വീടിനോടടുത്ത സമയത്ത് പെട്ടെന്ന് എനിക്കൊരു തോന്നൽ, ദൈവമേ ഇവരെ എന്തോ ചെയ്യുന്നതെന്ന് അവർക്ക് അറിയത്തില്ല, അതുകൊണ്ട് നീ അവരോട് കണക്കിടരുത്. കാര്യം എനിക്ക് മനസ്സിലായി, ഇവർക്കൊന്നും ഞാനെന്തോ പാപം ചെയ്തു എന്നുള്ള ഇതിലാണ് അവരങ്ങനെ ചെയ്യുന്നത്. ഞാൻ വീടിൻ്റെ അവിടെ ചെന്നപ്പോൾ അവിടെ പോലീസ് കാവലുണ്ട്. ഞാൻ അവിടെ ഇറങ്ങിയപ്പോൾ ടാക്സിക്കാരന് കൊടുക്കാൻ 5 രൂപ വേണം. എൻ്റെ കയ്യിൽ ഒരു പൈസ കൂടെ ഇല്ല. ഞാനപ്പോൾ ടാക്സിക്കാരനോട് പറഞ്ഞു, ഞാൻ 5 രൂപ പിന്നെ തരാം. അയാൾ പറഞ്ഞു എന്നൊന്ന് പറഞ്ഞ് എന്നെ ഇറക്കി വിട്ടു. ഞാൻ വീട്ടിൽ ചെന്ന് കയറിയപ്പോൾ എൻ്റെ കൂടെ നിൽക്കുന്ന ലീലാമ്മ എന്ന സഹോദരി, ജോലിക്കാരിയും, എൻ്റെ മോള് ടൈഫോയിഡായിട്ട് മെഡിക്കൽ കോളേജിൽ നിന്ന് വന്ന് വീട്ടിൽ കിടപ്പുണ്ട്. അവർ രണ്ടുപേരും ഓടി വന്ന് എന്നെ കെട്ടിപ്പിടിച്ച്, എൻ്റെ മമ്മി ഇറക്കി വിട്ടതിന് ഞങ്ങൾക്കൊരു സങ്കടവുമില്ല, പക്ഷേ ഈ കൊണ്ടുവന്ന വരവ് ഭയങ്കരമാണ്, ഞങ്ങൾക്ക് നോക്കി നിൽക്കാനൊക്കത്തില്ലായിരുന്നു. എന്തോ ജാഥയും എന്തൊക്കെയോ വിളിച്ച് പറഞ്ഞു. അപ്പോൾ കൂടെ വരുന്നവർ എന്തതിശയമയും സമയമാൻ രസത്തിലും പാട്ട കുട്ടിക്കൊണ്ടാണ് എന്നെ കൊണ്ടുവന്നത്. അതുകൊണ്ടും കൂടി എങ്ങനെ കേൾക്കാനൊക്കും എന്ന് പറഞ്ഞു വിതുമ്പി കരയുന്ന കേട്ടു. ഞാൻ ഇല്ല മോളെ, അതൊന്നും സാരമില്ല, ഞാൻ ദൈവനാമത്തിലല്ലേ, എനിക്ക് ആശുപത്രി പോയതിനൊന്നും പ്രയാസമില്ല. ഞാൻ ചെന്ന് അപ്പോഴത്തേക്കും ഞങ്ങളുടെ പാസ്റ്ററും എല്ലാം വീട്ടിൽ വന്നു, വിവരങ്ങൾ പറഞ്ഞു. അവരെല്ലാം പ്രാർത്ഥിച്ച് എന്നെ മാനസികമായിട്ട് ബലപ്പെടുത്തി അവർ കടന്നുപോയി. അവർക്ക് എന്ത് ചെയ്യാനായിട്ടൊക്കും. അന്ന് രാത്രി അപ്പോൾ എൻ്റെ നിഷ്കളങ്കതയിൽ ഞാൻ വിചാരിച്ചത് അവസാന നിമിഷം ദൈവം ദൂതന്മാരെ ഇറക്കി എനിക്ക് തന്നെ ആശുപത്രി കിട്ടുമെന്ന്.
അപ്പോൾ അതെല്ലാം പൊളിഞ്ഞു പോയല്ലോ. ഞാൻ ദൈവത്തോട് ചോദിച്ചു, നിൻ്റെ നാമം ദുഷിക്കപ്പെട്ടു, ഞാനും അവഹേളിക്കപ്പെട്ടല്ലോ, എന്താ നിൻ്റെ ഉദ്ദേശം? അപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് എന്നോട് പറഞ്ഞു, നിനക്കിപ്പോൾ അത് മനസ്സിലാകത്തില്ല, നിനക്ക് മനസ്സിലാകും ഒരു നാൾ. ഞാൻ എന്നിട്ട് അവിടെ ഇരുന്നുകൊണ്ട് കരയുക. ഞാനിനി എന്ത് ചെയ്യും, എവിടെ പോവും എന്നിരുന്ന് കരഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് മുറിവേറ്റ ഒരു കരം മാത്രം, പാം മാത്രം എൻ്റെ മുൻപിൽ ഭിത്തിയിൽ വെളിപ്പെട്ടിട്ട് ഒരു ശബ്ദവുമില്ല, കൈ മാത്രം ഇങ്ങനെ വെളിപ്പെട്ടു. അപ്പോൾ എനിക്ക് ആ ക്രൂശിൻ്റെ അടയാളം ആ കയ്യിലുണ്ട്. അപ്പം അത് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി ദൈവം എന്നെ സമാധാനിപ്പിക്കുകയാണ്. അപ്പോൾ എനിക്ക് ഇല്ലാത്ത ഒരു സമാധാനം എന്നിൽ ഉണ്ടായി. ഞാൻ കിടന്നുറങ്ങി. അപ്പോൾ പിറ്റേ ദിവസം മുതൽ ഈ സ്റ്റാഫെല്ലാം എൻ്റെ വീട്ടിൽ വരിക. എന്നിട്ട് അവർക്ക് ഭക്ഷണം ഞാൻ കൊടുക്കണം. എനിക്ക് ഭക്ഷണമൊക്കെ വീട്ടിൽ ഉള്ളത് വെച്ച് കഞ്ഞിയൊക്കെ ഉണ്ടാക്കി കൊടുത്തുകൊണ്ടിരുന്നു. എന്താ ഇനി മുമ്പോട്ട് എന്തോ ചെയ്യുമെന്നും എനിക്ക് അറിഞ്ഞുകൂടാ. ആശുപത്രിയിൽ പോലീസ് കാവലിൽ എൻ്റെ ഫർണിച്ചറൊക്കെ 1 മാസത്തേക്ക് വെച്ചേക്കാൻ പോലീസ് സമ്മതിച്ചു. 30 ദിവസം പോലീസ് കാവലിൽ നിൽക്കാമെന്ന്. 15 ദിവസമായപ്പോഴത്തേക്ക് എൻ്റെ കൂടെ നിൽക്കുന്ന ജോലിക്കാരി ലീലാമ്മ ചന്തയുടെ അവിടെ പുത്തങ്കാവ് കവലയിൽ ചെന്നുണ്ടെങ്കിൽ ഇറങ്ങിക്കോളാൻ പറഞ്ഞോണം അവരോട്, അല്ലെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ആശുപത്രിയിലുള്ള എല്ലാ സാധനം പമ്പയാറ്റിൽ ഒഴുക്കുമെന്നും പറഞ്ഞേക്കാൻ പറഞ്ഞു. ലീലാമ്മ വന്ന് എന്നോട് അത് പറഞ്ഞു. ഞാൻ അന്നും ദൈവത്തോട് കരഞ്ഞ് പ്രാർത്ഥിച്ചു, ദൈവമേ സാധനമെല്ലാം പമ്പയാറ്റിൽ കൂടെ ഒഴുക്കുമെന്ന് പറഞ്ഞു. ഞാൻ എന്തോ ചെയ്യാനാ? പിറ്റേ ദിവസം രാവിലെ ആരോ പറഞ്ഞു, മാരാമണ്ണ് മർത്തോമക്കാരുടെ ഒരു ഹോസ്പിറ്റൽ വേക്കൻ്റായിട്ട് കിടപ്പുണ്ട്, അത് പോയി നോക്കാം. ഞാൻ അവിടെ ചെന്ന് നോക്കിയപ്പോൾ മെത്രാച്ചൻ വളരെ സന്തോഷത്തോടെ, ഞാൻ വിശ്വാസത്തിൽ വരുന്നതിന് മുമ്പ് മർത്തോമായായിരുന്നു, അതുകൊണ്ടായിരിക്കാം, സന്തോഷത്തോടെ ഡോക്ടർ എടുത്തോളാൻ പറഞ്ഞു. എടുത്തോന്ന് പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് പുത്തങ്കാവിൽ നിന്ന് ഫോണ്. അവർക്ക് കൊടുക്കരുത്, അവർ സ്നാനപ്പെട്ട ആളാണ്, കൊടുക്കരുത്, ഏതാണ്ട് പാപം ചെയ്ത പോലെ. അപ്പോൾ മെത്രാച്ചൻ പറഞ്ഞു, ഞങ്ങൾക്ക് പ്രയാസമാണ്, ഇവിടെ സ്നാനമൊന്നും ഉള്ളൂ. അതുതന്നെയല്ല, പെന്തിക്കോസ്തിലെ പാസ്റ്റർമാരെല്ലാം ഇവിടെ കയറി നടക്കത്തില്ലേ, അവർക്കൊന്നും കയറാൻ ഞങ്ങൾ അനുവദിക്കത്തില്ല. ഞാൻ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ എനിക്ക് ആശുപത്രി വേണ്ട, ഞങ്ങളുടെ പാസ്റ്റർമാർ ഉണ്ടായിക്കൊണ്ടിരിക്കും, ഞാൻ സ്നാനത്തെപ്പറ്റി എല്ലാവരോടും പറയുകയും ചെയ്യും. അപ്പോൾ അതെനിക്ക് കിട്ടിയില്ല. ഞാൻ തിരിച്ചു വന്ന ഉടനെ കല്ലിശ്ശേരിയിൽ ഒരു കെട്ടിടം, ഒരു 3 നില കെട്ടിടം മെയിൻ റോഡിൽ വേക്കൻ്റായിട്ട് കിടപ്പുണ്ട്, അത് വേണമെങ്കിൽ കിട്ടുമെന്നൊരു കേൾവി കേട്ടുകൊണ്ട് ഞാനും ഞങ്ങളുടെ സഭാ പാസ്റ്ററും കൂടെ ആ ഓണറിൻ്റെ വീട്ടിൽ ചെന്നു. ഓണറിൻ്റെ വീട്ടിൽ ചെന്ന് പറഞ്ഞപ്പോൾ അവർ ചോദിച്ച 10,000 രൂപ വാടക പറഞ്ഞു. ഞാൻ അത് എഗ്രി ചെയ്തു. തരാമെന്ന് പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ തോമസ് കുതിരവട്ടത്തിൻ്റെ ഒരു ഫോണ് ഈ ഓണർക്ക്, പെന്തിക്കോസ്തുകാരിയാണ്, കൊടുക്കരുത്, കെട്ടിടം കൊടുക്കരുത്. അപ്പോൾ ഈ ഓണർ തിരിച്ചു വന്നിട്ട് പറഞ്ഞു, തരാൻ പ്രയാസമാണ് കേട്ടോ, അതുകൊണ്ട് നിങ്ങൾ വേറെ വല്ലതും നോക്കാം. ഞാനൊന്നും മിണ്ടാതെ, എനിക്ക് നടക്കാനും കൂടെ വയ്യാത്ത പോലെ എനിക്ക് പ്രയാസമായിപ്പോൾ പാസ്റ്ററും ഞാനും കൂടെ ഇറങ്ങി. ഞങ്ങൾ രണ്ടും പോയ വഴിക്ക് വർത്തമാനം കൂടെ പറയാതെ എന്നെ കൊണ്ട് വീട്ടിൽ വിട്ടു. പാസ്റ്റർ പോവുകയും ചെയ്തു. ഞാൻ അന്ന് രാത്രി വീണ്ടും ദൈവത്തോട് കരഞ്ഞ്, എൻ്റെ ദൈവമേ, ഇത്രയും അവഹേളന മനുഷ്യരിൽ നിന്ന് കിട്ടുമോ? നിൻ്റെ കൽപ്പനയല്ലേ ഞാൻ അനുസരിച്ചത്. അപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് എന്നോട് പ്രത്യക്ഷനായി, അവൻ്റെ രൂപം ഞാൻ കണ്ടിട്ട് എന്നോട് പറഞ്ഞു, എൻ്റെ കൃപ നിനക്ക് മതി. അത് കേട്ട് എനിക്ക് ആശ്വാസമുണ്ടായി. ഞാൻ കിടന്നുറങ്ങി. വെളുപ്പിന് 5 മണിയായപ്പോൾ ഗേറ്റ് അനങ്ങുന്നൊരു ശബ്ദം കേട്ടുകൊണ്ട് ഞാൻ ജനലിൽ കൂടെ നോക്കിയപ്പോൾ ഒരു ഫിയറ്റ് കാറ് വന്ന് ഗേറ്റിൻ്റെ അവിടെ നിന്ന് ഒരു പുരുഷനും സ്ത്രീയും ഇറങ്ങി അവിടെ നിൽക്കുന്നു. ഞാൻ ജോലിക്കാരിയോട് പറഞ്ഞു, ഗേറ്റ് തുറന്നേ. അപ്പോൾ ഒരു പുരുഷനും സ്ത്രീയും കൂടെ അകത്ത് കയറി വന്നു. നോക്കിയപ്പോൾ ആ കെട്ടിടത്തിൻ്റെ കല്ലിശ്ശേരിയിൽ കണ്ട ആ കെട്ടിടത്തിൻ്റെ ഓണറാണ്, ബാബുവും ഭാര്യയും കൂടെ. എന്നിട്ട് എന്നോട് പറയുക, ഡോക്ടർ, ആ കെട്ടിടം ഞങ്ങളങ്ങ് തരാം. ഞാൻ പറയും, എന്തു പറ്റി? ഇന്നലെ രാത്രി ഈ ഭാര്യ എന്നെ ഉറക്കിയിട്ടില്ല. ആ ഡോക്ടറുടെ മുഖം കണ്ടോ ഇറങ്ങിയ സമയത്ത്, എന്ത് ദുഃഖത്തോടെ ഇറങ്ങിപ്പോയത്. ഒരു ദൈവപൈതലാത്, ദൈവപൈതലിനെ വേദനിപ്പിച്ചാൽ നമ്മുടെ സന്തതി കൂടെ അതിൻ്റെ പ്രയാസങ്ങൾ അനുഭവിക്കേണ്ടി വരും. ആര് പറഞ്ഞാലും, കുതിരവട്ടമല്ല ആര് പറഞ്ഞെന്ന് പറഞ്ഞാലും നമുക്ക് അവർക്ക് തന്നെ കൊടുക്കാമെന്ന് എൻ്റെ ഭാര്യ പ്രയാസം പറഞ്ഞതിനാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. ഡോക്ടർ എടുത്തു, എന്ത് വാടകയ്ക്ക് വേണേലും എടുത്തു എന്ന് പറഞ്ഞു. അന്ന് തന്നെ ഞങ്ങൾ ഇത് കരാർ എഴുതി സൈൻ ചെയ്ത് ഒരു അഡ്വാൻസ് തുക, അതെങ്ങനെ ഉണ്ടായെന്ന് എനിക്കിപ്പോഴും ഓർമ്മയില്ല, ആരോ തന്നതായിരിക്കും.
അത് കൊടുത്ത് സൈൻ ചെയ്ത് ഓണർ അങ്ങ് പോവുകയും ചെയ്തു. ഞാൻ കെട്ടിടത്തിൻ്റെ അകം കൂടെ കാണാതെ എടുത്ത് കയറി നോക്കിയപ്പോൾ 10 മുറിയും പിന്നെ ജനറൽ വാർഡിന് സ്ഥലവുമുണ്ട്. 10 മുറിക്കും ഒരു ബാത്റൂമും ഇല്ല. ജനറൽ വാർഡിന് ബാത്റൂംസ് ഉണ്ട്. ബാത്റൂം ഇല്ലാതെ എങ്ങനെ പേഷ്യൻറ്റിനെ അഡ്മിറ്റ് ചെയ്യും? ഞാൻ അവിടെ നിന്നുകൊണ്ട് പ്രാർത്ഥിച്ചു, ദൈവമേ ഞാൻ എങ്ങനെ ഇവിടെ ബാത്റൂം പണിയും എന്ന് പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് ഒരു ഫോൺ കോൾ വന്നു. ഫോൺ ഞാൻ എടുത്തപ്പോൾ ആറന്മുള ഒരു ബേബിച്ചായൻ, എനിക്കൊരു ശേഷമുള്ളൊരു ബേബിച്ചായന, ജോയ്സ് അവിടെ ആശുപത്രി തുടങ്ങുന്നു കേട്ടു. അതെങ്ങനെ ഞാൻ അന്ന് രാവിലെ അറിഞ്ഞത് ആശുപത്രി തുടങ്ങുന്നത്. ആറന്മുള ആ ബേബിച്ചായൻ കേട്ടിരിക്കുന്നു. ഞാൻ പറഞ്ഞു അങ്ങനെ തുടങ്ങണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അവിടെ ബാത്റൂമൊക്കെ പണിയുണ്ടായോ? ഞാൻ പറഞ്ഞു പണിയണം. എനിക്കൊരു സാനിറ്ററി ഷോപ്പുണ്ട് ആറന്മുള ജംഗ്ഷനിൽ. എല്ലാ സാധനം ഇവിടെ വന്ന് എടുക്കണം. ഞാനൊന്നും മറുപടി പറഞ്ഞില്ല. 10 പൈസ എടുക്കാനില്ലാത്ത ഞാൻ എന്തോ മറുപടിയാണ് പറയേണ്ടി. ഞാനൊന്നും പറയാതിരുന്നപ്പോൾ ബേബിച്ചായൻ പറയുക, ഞാൻ എത്ര ബാത്റൂമാണെന്ന് പറഞ്ഞാൽ മതി, അതിനുള്ള മുഴുവൻ സാധനവും ഞാനിപ്പോൾ തന്നെ ഒരു ലോറിയിൽ അവിടെ എത്തിക്കാം. ആശുപത്രി തുടങ്ങി വരുമാനമായി എത്ര മാസം എടുത്താലും കുഴപ്പമില്ല, അപ്പോൾ എനിക്ക് രൂപ കിട്ടിയാൽ മതി. ദൈവത്തിൻ്റെ വഴികൾ എത്ര അഗോചരമാണെന്ന് നോക്കിക്കൂ. എൻ്റെ പേഴ്സ് കാലിയാണെന്ന് ബേബിച്ചായൻ അറിഞ്ഞില്ല, പക്ഷേ ദൈവം അറിഞ്ഞു. അങ്ങനെ സാധനങ്ങൾ ഉടനെ തന്നെ എൻ്റെ സ്ഥാപനത്തിൽ വന്നു. ജോലിക്കാർ വന്നു. ജോലിക്കാരോടെല്ലാം ഞാൻ പറഞ്ഞു, ആശുപത്രി തുടങ്ങിയാലേ എനിക്ക് പൈസ തരാനൊക്കത്തുള്ളൂ. അവർ പറഞ്ഞു അങ്ങനെ. അതുമെല്ലാം ദൈവത്തിൻ്റെ പ്രവൃത്തിയാണെന്ന് വിചാരിച്ചു. ഞാൻ എൻ്റെ മുറിയിലിരുന്ന് എന്തോ എഴുതിക്കൊണ്ടിരുന്നപ്പോൾ മാന്യനായൊരു മനുഷ്യൻ അവിടെ കയറി വന്നിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഞാനിവിടുത്തെ സെൻട്രൽ ബാങ്കിലെ ഏജൻറ്റാണ്. ഇങ്ങനെ ഒരു പുതിയ ഹോസ്പിറ്റൽ ഇവിടെ തുടങ്ങുന്നു എന്ന് കേട്ടതിനായി ഞാൻ വന്നതാണ്. അക്കൗണ്ട് ഞങ്ങൾക്ക് തരണം. ഇവിടെ എങ്ങനെ അക്കൗണ്ട് കൊടുക്കാനും? 10 പൈസ ഇല്ലാത്ത ഞാൻ ആർക്ക് അക്കൗണ്ട് കൊടുക്കാനും? അപ്പം കൊട്ടുന്ന ശബ്ദമൊക്കെ കേട്ടോണ്ട് ചോദിച്ചു, എന്താ ഇവിടെ ഉണ്ട് കൊട്ടും ഇടിയൊക്കെ കേൾക്കുന്നല്ലോ, ഇവിടെ തന്നെ വല്ല പണിയുണ്ടോ? ഞാൻ പറഞ്ഞു ബാത്റൂം പണിയുക. അപ്പോൾ പണം നിങ്ങൾക്ക് ആവശ്യം കാണുമല്ലോ, അത് മാനേജറോട് പറ, സെൻട്രൽ ബാങ്ക് വരെ ഒന്ന് പോവായിട്ട്. ഞാനിപ്പോൾ പോവാം, എൻ്റെ കൂടെ വാ എന്ന് പറഞ്ഞു. ഞാൻ ഞങ്ങളുടെ മാനേജറെ വിളിച്ച് പറഞ്ഞു, സെൻട്രൽ ബാങ്കിൽ ചെല്ലാൻ പറഞ്ഞു, അക്കൗണ്ട് തുടങ്ങാനായിരിക്കും, ചെല്ല്, സൈൻ ചെയ്ത് കൊടുത്തിട്ട് വാ, നമുക്ക് പൈസ ആകുമ്പോൾ തുടങ്ങാമെന്ന് പറഞ്ഞ് ഈ മാനേജറെ അവിടേക്ക് അയച്ചു. 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഈ മാനേജർ ഓടിക്കതച്ച് വന്നിരിക്കുന്നു. ഇതെന്തുവാ ഈ നടക്കുന്നത്? എൻ്റെ ഈ 10,000 രൂപ തന്നിരിക്കുന്നു. മാനേജർ 10,000 രൂപ കൊടുത്തിട്ട് പറയുക, ഇപ്പോഴത്തെ ചിലവിനെല്ലാം ഉപയോഗിക്കും, കാശാകുന്ന സമയത്ത് ഞങ്ങൾക്ക് തന്നേച്ചാൽ മതി എന്ന് പറഞ്ഞ് 10,000 രൂപ എൻ്റെ കയ്യിൽ കൊണ്ടു തന്നു. അപ്പോൾ അന്നത്തെ പേപ്പറിൽ ഒരു അഡ്വർടൈസ്മെൻറ്റ്, തിരുവല്ലയിൽ 5 മുറിയുള്ള ഒരു പഴയ വീട് വിൽപ്പനയ്ക്കുണ്ട് എന്ന്. അപ്പോൾ ഈ മാനേജർ പറഞ്ഞു, നമുക്ക് ആ വീട് മേടിക്കുകയാണ്. അപ്പോൾ ഈ വാങ്ങിയ കെട്ടിടത്തിൽ ഓപ്പറേഷൻ തിയേറ്ററിന് ICUവിനൊന്നുമുള്ള സ്ഥല സൗകര്യങ്ങളില്ലാഞ്ഞുകൊണ്ട് ഈ കെട്ടിടം മേടിക്കുകയാണെങ്കിൽ 5 മുറിയുണ്ട്, നമുക്കത് ഓപ്പറേഷൻ തിയേറ്ററും ICUവും ആക്കാമല്ലോ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എങ്ങനെ, കാശില്ലല്ലോ. അവരവിടെ ചെന്നപ്പോൾ 10,000 രൂപ വിലയ്ക്ക്, അതായത് സെൻട്രൽ ബാങ്കിൽ നിന്ന് കിട്ടിയ 10,000 രൂപ കൊടുത്ത് ആ കെട്ടിടം വാങ്ങി ഇവിടെ കലിശ്ശേരി ആശുപത്രിയുടെ മുറ്റത്ത് കൊണ്ടുവന്ന് അവിടെ ഒരു തിയേറ്ററും ICU എല്ലാം ഞങ്ങൾക്ക് പണിയാൻ കൃപ ചെയ്തു. എന്നിട്ട് ആശുപത്രി ഉദ്ഘാടനം ജൂൺ 10-ാം തീയതിന്ന് ഞങ്ങൾ തീരുമാനിച്ചു. അപ്പോൾ ദേശക്കാരെല്ലാം വന്ന് പറഞ്ഞു, ദേശക്കാർക്കെല്ലാം മർത്തോമക്കാരും യാക്കോബക്കാരും ഹിന്ദുസും എല്ലാവർക്കും ഇവിടെ കാപ്പി സൽക്കാരമൊക്കെ കൊടുത്തു വേണം തുടങ്ങാൻ. അപ്പോൾ എല്ലാവരും വരും. ഇവിടെ കാപ്പി സൽക്കാരം കൊടുക്കാൻ ഒരു കപ്പ് ചായ കൊടുക്കാൻ നിവൃത്തിയില്ലാത്ത ഞാൻ എന്തോ ചെയ്യാൻ? ഞാനൊന്നും മറുപടി പറഞ്ഞില്ല. ഞങ്ങളുടെ പാസ്റ്ററെ മാത്രം വിളിച്ചു, സഭാ സെക്രട്ടറിയും വന്നു. അവർ 2 പേരും മാത്രം വന്ന് പ്രാർത്ഥിച്ച് സ്ഥാപനം തുടങ്ങി. അപ്പം പേപ്പറിലിടണമെന്നും പറഞ്ഞുകൊണ്ട് എല്ലാവരും നിർബന്ധം. ഞാനും വിചാരിച്ചു ആ പേപ്പറിൽ ഇട്ടേക്കാം. മലയാള മനോരമയുടെ ഏജൻറ്റ് എൻ്റെ വീടിന് നേരെ ഓപ്പോസിറ്റാണ് താമസിക്കുന്നത്. അപ്പോൾ ആ ഏജൻറ്റ് പറഞ്ഞു, ഡോക്ടറെ പിന്നെ രൂപ തന്നാൽ മതി, 3000 രൂപ ആകും, 1 മാസം കഴിഞ്ഞിട്ട് തന്നാൽ മതി എന്ന് പറഞ്ഞ് അനുസരിച്ച് ഇതിട്ടു, പരസ്യം കൊടുത്തു. കേൾക്കണോ? പിറ്റേ ദിവസം, അതായത് ഹോസ്പിറ്റൽ തുടങ്ങുന്ന അന്ന് രാവിലത്തെ മലയാള മനോരമ എടുത്തപ്പോൾ കൊടുമൺ റെയിൽവേ ദുരന്തമാണ് അതിൻ്റെ ഹെഡിങ്. അതിനെപ്പറ്റിയുള്ള റൈറ്റപ്പാണ് 3 പേജസ് ആദ്യത്തെ. അതിൻ്റെ ഇടയ്ക്കാണ് എൻ്റെ ഈ അഡ്വർടൈസ്മെൻറ്റ് വന്നിരിക്കുന്നത്. അതിൻ്റെ മഷി പടർന്ന് ഈ അഡ്വർടൈസ്മെൻറ്റ്
ആർക്കും എനിക്ക് കൂടെ മനസ്സിലായില്ല ഞാൻ കൊടുത്ത അഡ്വർടൈസ്മെൻ്റാണെന്ന്. അതുകൊണ്ട് അത് വെറും നിർഫലമാണെന്ന് ഞാൻ ദൈവത്തോട് തന്നെ ക്ഷമ പറഞ്ഞു. കർത്താവേ, ഇത് നിൻ്റെ ഹിതമല്ല എന്ന് ഞാനിപ്പോൾ മനസ്സിലാക്കുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് എന്നോട് പറഞ്ഞു, ഞാനാണ് നിൻ്റെ പരസ്യം. അത് കേട്ടപ്പോൾ എനിക്ക് പൂർണ്ണ സമാധാനമായി. ആശുപത്രി പ്രവർത്തനം തുടങ്ങി. പേഷ്യൻസ് ആദ്യത്തെ ദിവസം മുതലേ അനേക പേഷ്യൻസ് വന്നു. എനിക്ക് 2 മാസം കൊണ്ട് സാനിറ്ററി വെയർസിൻ്റെ ഈ പണിക്കാരുടെ എല്ലാം കൂലി കൊടുക്കത്തക്കവണ്ണം പണം ലഭിക്കുകയുണ്ടായി. അപ്പോൾ വേറെ വിധത്തിലുള്ള പ്രതികൂലങ്ങൾ അവിടെ ഉയരാൻ തുടങ്ങി. രാത്രിയായപ്പോൾ പുത്തങ്കാവിൽ നിന്നൊരു വാച്ച്മാനെ ആയിരുന്നു ഞാനവിടെ ഹോസ്പിറ്റലിൽ വാച്ച്മാനായിട്ട് വെച്ചിരുന്നത്. രാത്രിയിൽ അവിടുത്തെ 2-3 ചെറുപ്പക്കാർ കുടിച്ചിട്ട് വന്ന് ഈ വാച്ച്മാനെ എടുത്തിട്ട് അങ്ങ് അടിച്ചിട്ട് പറഞ്ഞു, എടാ നിൻ്റെ ഡോക്ടർ പോലീസിൽ വിശ്വസിക്കുന്നില്ല, പോലീസിൽ പോകത്തില്ല, അതുകൊണ്ട് ഞങ്ങൾ നിന്നെ ഇനി അടിക്കും എന്ന് പറഞ്ഞാൽ ആ മനുഷ്യൻ അലച്ചു കൂയതുകൊണ്ട് അവർ അടി നിർത്തിപ്പോയി. നേരം വെളുത്ത ഒരു ഞായറാഴ്ച ദിവസമാണ്. ഞാനവിടെ ചെന്നപ്പോൾ സ്റ്റാഫ് എല്ലാവരും കോറിഡോറിൽ ഇറങ്ങി നിൽക്കുക. ഞാൻ ചോദിച്ചെന്താ ഈ സ്ഥാപനത്തിൽ വേല ചെയ്യാൻ എന്താ സുരക്ഷിതത്വം എന്ന് പറ, ആർക്കും കയറി വന്ന് ആരെയും അടിക്കാമല്ലോ. കാര്യം ഡോക്ടർ പോലീസിനെ വിളിക്കത്തില്ല, നടപടിയെടുക്കത്തില്ല, പിന്നെ ഞങ്ങളെങ്ങനെ അവിടെ വേല ചെയ്യുന്നു? ഞാനങ്ങ് ദൈവത്തോട് പറയുക, ദൈവമേ ഞാനിതിനെന്തോ ഉത്തരം പറയാനാണ്. അപ്പോൾ പെട്ടെന്ന് എൻ്റെ മനസ്സിൽ വന്നു, നിങ്ങളൊരു കാര്യം ചെയ്യുന്നു, ഞായറാഴ്ചയല്ലേ, ഇന്ന് എനിക്കൊന്നും ചെയ്യാനൊക്കത്തില്ല, നാളെ രാവിലെ 9 മണിക്കകം ഇതിനൊരു മറുപടി വ്യക്തമായി നമുക്ക് ലഭിച്ചില്ലെങ്കിൽ ഞാൻ പോലീസിൽ പോയിരിക്കും. അത് മതിയോ? അത് മതി ആട്ടെ. ഞാൻ ഞായറാഴ്ച സഭായോഗത്തിന് പോയി അവിടെ സാക്ഷി പറഞ്ഞു. പാസ്റ്ററും സഭയും ഈ വിഷയം വെച്ച് പ്രാർത്ഥിച്ചു. അന്ന് ഞാൻ വീട്ടിൽ പോയിട്ടും മുഴുവൻ ദിവസവും ഇരുന്ന് പ്രാർത്ഥിക്കുകയായിരുന്നു, ദൈവമേ ഇതിനൊരു മറുപടി തരണമേ, എനിക്ക് പോലീസ് സ്റ്റേഷനിലൊന്നും പോകാൻ താല്പര്യമില്ല, നീ എൻ്റെ ന്യായാധിപതിയായി ഇറങ്ങി വരണം എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. നേരം വെളുത്ത് വന്ന് ഞാൻ രോഗികളെ നോക്കിക്കൊണ്ട് റൗണ്ട്സ് എടുത്തുകൊണ്ടിരുന്നു. 9 മണിയായിട്ടും ആരെയും ക്ഷമ ചോദിക്കാൻ കാണുന്നില്ല. അപ്പോഴത്തേക്ക് സ്റ്റാഫെല്ലാം വാച്ച് നോക്കാൻ തുടങ്ങി. 9 മണിയായെന്ന് എന്നെ അറിയിക്കുക. ഞാൻ 9 മണിയായപ്പോൾ എൻ്റെ മുറിക്കകത്ത് ചെന്ന് ഞാൻ ദൈവത്തോട് പറഞ്ഞു, കർത്താവേ ഞാൻ നിന്നെ മാനിക്കാനാണ് വിചാരിച്ചത്, നീ കടന്നു വന്നില്ലല്ലോ, ഞാൻ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് 3 ചെറുപ്പക്കാർ എൻ്റെ ഡോറിൻ്റെ അവിടെ വന്ന് ഡോറ് തുറന്നിട്ട് എൻ്റെ കയ്യിൽ കയറി അങ്ങ് പിടിച്ചു. ഞാൻ ചോദിച്ചു, നിങ്ങളാരാ? ഞങ്ങളാണ് ഇന്നലെ രാത്രിയിൽ ഇവിടുത്തെ വാച്ച്മാനെ അടിച്ചത്. ഞാൻ പറഞ്ഞു, എൻ്റെ കയ്യിൽ എന്തിനാണ് പിടിക്കുന്നത്? വാച്ച്മാനെ വിളിച്ച് വാച്ച്മാൻ്റെ കയ്യിലോ കാലിലും ഒക്കെ പിടിക്കും. ഞാൻ പിന്നെ വാച്ച്മാനെ വിളിപ്പിച്ചു, അയാളുടെ കയ്യിലും കാലിലും ഒക്കെ പിടിച്ചു, ക്ഷമ പറഞ്ഞു. അപ്പോഴത്തേക്ക് എല്ലാവർക്കും സന്തോഷമായി. പിന്നെ ഞങ്ങൾ അവിടം വിട്ടുപോരുന്നിടം വരെയും യാതൊരു പ്രയാസം ആ ചെറുപ്പക്കാരിൽ നിന്നുണ്ടായിട്ടില്ല. പക്ഷേ ദൈവം അത് മറന്നില്ല. ഒരു 2 ആഴ്ച 3 ആഴ്ച കഴിഞ്ഞപ്പോൾ ഒരു ബന്ദ് ഉണ്ടായി കല്ലിശ്ശേരിയിൽ, ഒരു രാഷ്ട്രീയ ബന്ദ്. ഞാനന്ന് ജോലിക്ക് പോയിട്ടുണ്ടായിരുന്നു. എൻ്റെ ആശുപത്രിയുടെ മുമ്പിൽ അന്ന് റോഡിൽ അങ്ങനെ വലിയ ആളുകളില്ല, ബന്ധായിരുന്നുകൊണ്ട് ഈ 2 പേരെയും കുടിച്ചവിടെ മറിയുന്ന കണ്ടുകൊണ്ട് പോലീസ് ജീപ്പ് വന്ന് ഇവരെ 2 പേരും തൂക്കിയെടുത്തുകൊണ്ട് പോലീസ് കൊണ്ടുപോയി. അപ്പോൾ ഞാൻ ഓർക്കുകയാണ്, നീതിമാൻ പ്രതിക്രിയ കണ്ട് സന്തോഷിക്കും. അത് എൻ്റെ മുമ്പിൽ തന്നെ അത് ചെയ്തല്ലോ എന്നോർത്ത്. എൻ്റെ ദൈവം ഇതെല്ലാം ചെറുതും വലുതുമായി എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന എല്ലാം അവൻ അറിയുന്നുണ്ടല്ലോ എന്നോർത്ത് ഞാൻ ദൈവത്തിന് മഹത്വം കരയേറ്റി. അത് കഴിഞ്ഞ് ഒരു ദിവസം രാവിലെ ഒരു ഹെൽത്ത് ഓഫീസറോ ഹെൽത്ത് ഇൻസ്പെക്ടറോ വന്നിട്ട് അസിസ്റ്റൻറ്റിനെ എൻ്റെ അടുത്ത് പറഞ്ഞു വിട്ടു, ഹെൽത്ത് ഓഫീസർ ആലപ്പിയിൽ നിന്ന് വന്നിരിക്കുക, 5000 രൂപ പറയുന്നു കൊടുക്കുക. ഞാൻ ചോദിച്ചു, എന്തിനാ 5000 രൂപ കൊടുക്കുന്നത്? ഇവിടെ എക്സ്റേ മെഷീൻ വെക്കണമെങ്കിൽ പെർമിഷൻ വേണമെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ പെർമിഷൻ വേണം. ഞാൻ ചോദിച്ചു, അതെന്ത് പെർമിഷനാണ്? ആ വയറിംഗ് ഒക്കെ ഇത് അതിന് സ്പെഷ്യൽ പെർമിഷൻ. ഞാൻ പറഞ്ഞു, പെർമിഷൻ വേണ്ടതെന്താ വെച്ചാൽ ഞാനത് എടുക്കാം, അതിന് ഞാൻ 5000 രൂപ എന്തിനാന്ന്? അത് സാറിന് കൊടുക്കാനാണ്. ഞാൻ പറഞ്ഞു, സാറിന് കൊടുക്കാൻ എനിക്ക് പണമില്ല, ഞാൻ തരാറില്ല. അപ്പോൾ ആ ഓഫീസർ തന്നെ കയറി വന്നിട്ട് പറഞ്ഞു, എന്നാൽ ഒരു കാര്യം ചെയ്യും, മുഴുവൻ അങ്ങ് വയറിങ്, ആ ഒരു ബ്ലോക്ക് മുഴുവൻ വയറിങ് മാറ്റും. അന്നത്തെ കാലത്ത് 35,000 രൂപയുടെ വയറിങ് മാറ്റണമെന്ന് എഴുതി തന്നു. അത് തന്നാൽ മാത്രമേ ഇനി സമ്മതിക്കത്തുള്ളൂ ഇവിടെ എക്സ്റേ വെക്കാനായിട്ട്.
അയാൾ പോയി കഴിഞ്ഞോടെ ഞാൻ ഞങ്ങളുടെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറെയും അസിസ്റ്റൻറ്റ് എഞ്ചിനീയറെയും വിളിച്ചു. അവർ രണ്ടുപേരും എൻ്റെ പേഷ്യൻസാണ്. അവരെ വിളിച്ച് വിവരം പറഞ്ഞു, ഡോക്ടർ വിഷമിക്കേണ്ട, ഞങ്ങൾ ആലപ്പിൽ പോയി പെർമിഷൻ മേടിച്ചുകൊണ്ട് വരാം. അവർ രണ്ടുപേരും എൻ്റെ കാർ വിട്ടു കൊടുക്കണമെന്ന് പറഞ്ഞു. ഞാൻ കാറും ഡ്രൈവറേയും കൊടുത്തു. അവർ പോയി പെർമിഷൻ മേടിച്ചുകൊണ്ട് വന്നിട്ട് പറഞ്ഞു, വയറിങ് മാറ്റിയൊക്കത്തുള്ളൂ, അത് എ ക്ലാസ് എൻജിനീയേഴ്സിനെ കൊണ്ട് വേണം ഇത് ചെയ്യാനായിട്ട്. അത് ഞങ്ങൾ തന്നെ വിളിച്ചു തരാം. ബ്രദറുകാരൊരു ഗ്രൂപ്പ് കോട്ടയത്തുണ്ട്, ഞങ്ങളിപ്പോൾ തന്നെ വിളിച്ചു തരാമെന്ന് പറഞ്ഞു. ഈ എൻജിനീയേഴ്സ് തന്നെ അവരെ വിളിച്ചു. അവർ വന്നപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, ഞാൻ ഇങ്ങനെ ഒരു പ്രതിസന്ധിയില്ല, എനിക്ക് നിങ്ങൾ പറയുന്ന രൂപ തരാൻ എൻ്റെ കയ്യിലില്ല ഇപ്പോഴേ. അത് ഡോക്ടറെ ഞങ്ങളൊരു കാര്യം ചെയ്യാം, 1 വർഷം കൊണ്ട് ഞങ്ങളങ്ങ് ചെയ്യാം. അപ്പോൾ 1 വർഷം പലതായിട്ട് ഡോക്ടർ തന്നാൽ മതി. ഞാൻ പറഞ്ഞു, ഞാൻ അങ്ങനെ തരാം. 1 വർഷം കൊണ്ട് അവർ ഇലക്ട്രിക് പണി മുഴുവൻ തീർത്തു. 1 വർഷം കഴിഞ്ഞ് അവർ തന്നെ ചെന്ന് പെർമിഷൻ ആലപ്പി ചെന്ന് വാങ്ങിച്ചുകൊണ്ട് വന്നു. അങ്ങനെ അതിനുശേഷം എക്സ്റേ വർക്ക് ചെയ്യാനായിട്ട് ഒരു പ്രശ്നവും ഉണ്ടായിട്ടില്ല. ആശുപത്രി അങ്ങോട്ട് തുടങ്ങിയപ്പോൾ എനിക്ക് 5 ലക്ഷം രൂപ കടമുണ്ടായിരുന്നു. പുത്തങ്കാവിൽ നിന്ന് വന്നപ്പോൾ 5 ലക്ഷം രൂപ കടമാണ്. ഞാനപ്പോൾ അവിടെ നിന്ന് വരാന്ത് നിന്ന് ഞാൻ ദൈവത്തോട് പറയുക, ദൈവമേ 5 ലക്ഷം രൂപയുണ്ട്, ഞാൻ ഇവിടെയാണെങ്കിൽ മെഡിസിൻ മാത്രമേ ഉള്ളൂ. പുത്തങ്കാവിൽ മെഡിസിനും സർജറിയും ഗൈനിയും പീഡിയാട്രിക്സും കണ്ണും എല്ലാം ഉണ്ടായിട്ടും കടം തന്നെയായിരുന്നു. ഇവിടെ ഞാനൊരാൾ മാത്രമേ ഉള്ളൂ, ഈ 5 ലക്ഷം ഞാൻ എങ്ങനെ കൊടുക്കും? അപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് എന്നോട് പറഞ്ഞു, എൻ്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും മഹത്വത്തോടെ തൻ്റെ ധനത്തിനൊത്തോണം, അവൻ്റെ ധനത്തിനൊത്തോണം ക്രിസ്തയേശുവിൽ പൂർണ്ണമായി തീർത്തരും. അതെവിടാണെന്ന് എനിക്കറിയത്തില്ല. പിന്നെ ഞാൻ കണ്ടുപിടിച്ചു, ഫിലിപ്പിയർ 4-ാം അധ്യായം 19-ാം വാക്യമാണെന്ന് കണ്ടുപിടിച്ചു. ആ വാക്യം ഞാൻ ഇന്നും പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ 2 വർഷം കൊണ്ട് ഈ 5 ലക്ഷം രൂപയും കടം എനിക്ക് ദൈവം മാറ്റിത്തന്നു. ഇന്നെനിക്ക് കടമില്ല. അത് ആ 2 വർഷത്തിന് ശേഷം ഇപ്പോൾ 27 വർഷമായി എനിക്ക് കടമുണ്ടായിട്ടില്ല. നീ അനേക ജാതികൾക്ക് വായ്പ കൊടുക്കും, നീ വായ്പ വാങ്ങുകയില്ല എന്നൊരു വചനം കൂടി എനിക്ക് തന്നു ആവർത്തനത്തിൽ നിന്ന്. അങ്ങനെ ആ ഒരു വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ ഇന്നും കടം മേടിക്കാതെ ജീവിക്കുന്നു. പിന്നെ ആശുപത്രിയിൽ വരുന്ന പേഷ്യൻസിനോടെല്ലാം ഞാൻ സുവിശേഷം പറയാൻ തുടങ്ങി. ഒരു മനുഷ്യൻ പാണ്ടനാട് പ്രദേശത്തു നിന്ന് ഒരു മനുഷ്യൻ കടന്നു വന്ന്, അപ്പം മദ്യപിച്ചിട്ടുണ്ട് എന്ന് എനിക്ക് അറിയാമായിരുന്നു. ആ മദ്യപിച്ചവരോട് ഞാൻ സുവിശേഷം പറയാറില്ല. അഡ്മിറ്റ് ചെയ്തു, ഞാൻ ടെസ്റ്റുകളെല്ലാം ചെയ്തു, അങ്ങനെ കാര്യമായ പ്രശ്നങ്ങളൊന്നുമില്ല. ഡ്രിപ്പ് തുടങ്ങിയിട്ട് ഞാൻ റൂമിൽ പോയിരുന്ന് പരിശോധിച്ചുകൊണ്ടിരുന്നപ്പോൾ പെട്ടെന്ന് എനിക്ക് കോൾ വന്നു, ആ മനുഷ്യൻ അന്ത്യശ്വാസം വലിക്കുന്നു, ഓടി വരണമെന്ന്. ഞാൻ ചെന്നപ്പോൾ മനുഷ്യൻ മരിച്ചു. അപ്പോൾ ഞാനവരോട് പറഞ്ഞു, മദ്യത്തിൻ്റെ കൂടുതലായിരിക്കാം, അദ്ദേഹം മരിച്ചുപോയി. ആ മനുഷ്യൻ മരിച്ചു എന്നുള്ളത് എൻ്റെ ആശുപത്രിയിൽ വെച്ച് ജീവനോട് കൊണ്ടുവരുന്ന ഏത് വ്യക്തിയും അന്ത്യശ്വാസം നമ്മുടെ ആശുപത്രിയിൽ വലിച്ചാൽ നമ്മൾ സർട്ടിഫിക്കറ്റ് കൊടുത്തേ ഒക്കത്തുള്ളൂ. അപ്പോൾ റിലേറ്റീവ്സ് എല്ലാം വലിയ കരച്ചിലും അങ്ങനെയൊക്കെ. ഞാൻ എൻ്റെ മുറിയിൽ പോയി പിന്നെയും പേഷ്യൻസിനെ കണ്ടുകൊണ്ടിരിക്കുക. 1/2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് എന്നോട് പറയുക, നീ ചെന്ന് ആ മനുഷ്യൻ്റെ തലയിൽ കൈ വെച്ച് പ്രാർത്ഥിക്കുക, ആ മനുഷ്യനെ ജീവിപ്പിക്കുക. അയ്യോ, ഞാൻ പറഞ്ഞു, ദൈവമേ നീ തന്നെ അത് ചെയ്യണം. ഞാൻ ചെന്നു. അപ്പോൾ അവരെല്ലാം കരഞ്ഞുകൊണ്ടിരിക്കുക. ഞാൻ പറഞ്ഞു, നിങ്ങളെല്ലാം ഒന്ന് പുറത്തിറങ്ങിക്കുക, ഞാൻ ഒരു 2 മിനിറ്റ് എനിക്ക് തന്നെ ഈ പേഷ്യൻറ്റിൻ്റെ കൂടെ. അവരെല്ലാവരും ഇറങ്ങി തന്നു. ഞാൻ അവിടോട്ട് ചെന്ന് കണ്ണു മടച്ചിട്ട് പറഞ്ഞു, നസറേനായ യേശുവിൻ്റെ നാമത്തിൽ ജീവൻ മടങ്ങി വരട്ടെ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഒറ്റ ഓട്ടം. ഞാൻ രോഗിയെ നോക്കിയേയില്ല. ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ സിസ്റ്റർമാർ ഓടി വന്ന് പറയുക, ആ മനുഷ്യൻ എഴുന്നേറ്റിരിക്കുന്നു. അങ്ങനെ ദൈവം എൻ്റെ ജീവിതത്തിൽ ഒരത്ഭുതം പ്രവർത്തിച്ചെന്ന് പറഞ്ഞാൽ മതി. എളിയവൾ പ്രാർത്ഥിച്ചാലും ശ്രദ്ധ വെച്ച് കേൾക്കുന്ന ഒരു ദൈവത്തെയാണല്ലോ ഞാൻ സേവിക്കുന്നതെന്ന് പറഞ്ഞ് ഞാൻ ദൈവത്തിന് മഹത്വം കരയേറ്റി ഞാൻ കടന്നു ചെന്ന ആ മനുഷ്യനോട് സുവിശേഷം പറഞ്ഞ് ആ മനുഷ്യൻ മാനസാന്തരപ്പെട്ടു. പാണ്ടനാട് അസംബ്ലീസ് ഓഫ് ഗോഡിലോട്ട് കടന്നു പോകാൻ ഞാൻ പാസ്റ്ററെ വിളിച്ച് പറഞ്ഞു. ആ മനുഷ്യൻ അവിടെ 1 വർഷം ആരാധനയ്ക്ക് പോയി. പിന്നെ ഞാൻ ആ മനുഷ്യനെ കണ്ടിട്ടില്ല. 1 വർഷം കഴിഞ്ഞപ്പോൾ ഒരിക്കൽ വീണ്ടും ആ മനുഷ്യൻ പേഷ്യൻ്റായിട്ട് വന്നു. അപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവിനോട് പറഞ്ഞു, നീ പ്രാർത്ഥിക്കേണ്ട എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, എൻ്റെ ദൈവമേ, എന്താ പ്രാർത്ഥിക്കേണ്ടത്? വേണ്ട, പ്രാർത്ഥിക്കേണ്ട. 1/2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ മനുഷ്യൻ മരിച്ചു കഴിഞ്ഞപ്പോൾ തുണി എല്ലാം മാറ്റി ക്ലീൻ ചെയ്യാൻ വന്നപ്പോൾ
അയാളുടെ കയ്യേലും കാലേലും എല്ലാം എന്തോ മന്ത്രമൊക്കെ ചൊല്ലി തകിട് കിട്ടിയിരിക്കുന്നതാണ് കണ്ടത്. അതാണ് ദൈവത്തിൻ്റെ ആത്മാവിനോട് പറഞ്ഞത്. രക്ഷിക്കപ്പെട്ട അസംബ്ലീസ് ഓഫ് ഗോഡിൽ ആരാധനയ്ക്ക് പോകുന്ന ഒരു വ്യക്തി തകിട് കിട്ടിയാൽ എങ്ങനെയാണ് ദൈവം ക്ഷമിക്കുന്നത്, പ്രാർത്ഥിക്കേണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ആ മനുഷ്യൻ്റെ അന്ത്യം സംഭവിച്ചു. പക്ഷേ ഇതെല്ലാം എന്നെ ഒത്തിരി ബലപ്പെടുത്തി എൻ്റെ ജീവിതയാത്രയിൽ. എൻ്റെ മകള് ഡോക്ടർ ആശുപത്രിയിൽ ജൂനിയർ ഡോക്ടറായിട്ട് വേല ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കൊല്ലം ഭാഗത്തുനിന്ന് ഒരു പെൺകുട്ടി വന്ന് കിടന്നു. ആ പെൺകുട്ടിയുടെ ദേഹത്ത് എനിക്ക് തോന്നുന്നൊരു 20 പവൻ ആഭരണമെങ്കിലും കഴുത്തെ. പേഷ്യൻ്റാണ്, ശ്വാസം കിട്ടാതെ വിമിഷ്ടത്തിന് വന്നിരിക്കുക, ശ്വാസം എടുക്കാൻ വയ്യ. എങ്കിലും ഈ പെൺകുട്ടിയുടെ ദേഹത്ത് മുഴുവൻ സ്വർണ്ണമാണ്, തല പൊക്കി വെച്ച് ഇരിക്കുക. എൻ്റെ മകൾ അന്ന് 24 വയസ്സേ ഉള്ളൂ. അവൾ ആഭരണം മുഴുവൻ ഊരിവളായിരുന്നു. അതുകൊണ്ട് അവൾക്കിത് കാണാൻ വയ്യ. അവൾ ചെന്ന് ഇവളോട് സുവിശേഷം പറഞ്ഞ്, നോക്കിക്കുക, നിൻ്റെ പ്രായമല്ലേ എനിക്കുള്ളൂ, ഞാനിതെല്ലാം ഇതെന്ത് ചെയ്യും, എന്തോ പ്രയോജനമുണ്ടെന്നെല്ലാം എൻ്റെ മകൾ സുവിശേഷത്തിൽ കൂടി പറഞ്ഞ്. പിറ്റേ ദിവസം രാവിലെ ഞാൻ റൗണ്ട്സ് എടുക്കാൻ ചെന്ന സമയത്ത് ആ പെൺകുട്ടി എന്നോട് പറയുക, ഡോക്ടർ എന്നെ ഒന്ന് നോക്കിക്കും. ഞാൻ പറയും, എന്താ? നോക്കിയപ്പോൾ ദേഹത്തെ ആഭരണമൊന്നുമില്ല, എല്ലാം ഊരി. ഡോക്ടറുടെ മകൾ വന്ന് എന്നോട് സുവിശേഷം പറഞ്ഞു, ആഭരണം അവളെപ്പോലെ ചെറുപ്പക്കാരിയായ ഒരു സ്ത്രീക്ക് ആഭരണം ഒഴിയാമെങ്കിൽ എനിക്കെന്തുകൊണ്ട് ഒഴിഞ്ഞുകൂടാ എന്ന് ഞാൻ സ്വയം ചോദിച്ചു. എല്ലാ ആഭരണവും ഊരി. എനിക്കിപ്പോൾ തന്നെ സ്നാനപ്പെടണം. ഞാൻ പറഞ്ഞു, ആ ശുശ്രൂഷ എന്നെ ഏൽപ്പിച്ചിട്ടില്ല, ഞങ്ങളുടെ സഭാ പാസ്റ്റർ ഇപ്പം തന്നെ വരുത്താം. പമ്പയാറ്റിൽ ഞങ്ങളുടെ പാസ്റ്റർ അവളെ സ്നാനപ്പെടുത്തി. പൊങ്ങിക്കഴിഞ്ഞ പിന്നെ അവൾക്ക് ആസ്മയുമില്ല, ഒന്നുമില്ല. അവൾ ഇന്ന് അമേരിക്കയിലെ ഡാളസിലോ എവിടെയോ ഉണ്ട്. അവിടെ സുവിശേഷ പ്രവർത്തനമാണ് ചെയ്യുന്നതെന്നും ഞാൻ കേൾക്കുകയുണ്ടായി. അങ്ങനെ അവിടെ വേല ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പല രോഗികളുമായിട്ടും സുവിശേഷം പങ്കുവെക്കുവാൻ ദൈവം ക്രിയ ചെയ്തു. ആ സമയത്താണ് പുത്തങ്കാവിലും ചില സംഭവങ്ങൾ ഉണ്ടായി. എന്നെ ആശുപത്രിയിൽ നിന്ന് ഇറക്കി വിട്ട പിറ്റേ ദിവസം ഞാൻ ദുഃഖത്തോടു കൂടി ഇരിക്കുമ്പോൾ ഒരു സഹോദരി കയറി വന്നിട്ട്, ഒരു ചട്ടയം കൊണ്ട് കൊടുത്തൊരു സഹോദരി കയറി വന്നിട്ട് എന്നോട് പറഞ്ഞു, ഡോക്ടറെ, ഞാനൊരു പെന്തിക്കോസ്തുകാരിയാണ്. എൻ്റെ മകൻ എന്ത് ചെയ്താൽ വിശ്വാസത്തിൽ വരാതെ ചുറ്റി നടക്കുമ്പോഴാണ് ഡോക്ടറെ ആശുപത്രിയിൽ നിന്ന് ഇറക്കിക്കൊണ്ട് വരുന്നത്. അവൻ റോഡിൽ നിന്ന് കണ്ടു. അവൻ എന്നോട് വന്ന് ചോദിക്കുക, അയ്യോ, ഒരു ഡോക്ടർക്ക് ഇത്രയും നിന്ദയും കഷ്ടതയും യേശുവിന് വേണ്ടി സഹിക്കാൻ ഒക്കുമെങ്കിൽ എന്തുകൊണ്ട് എനിക്ക് സ്നാനപ്പെട്ട് ദൈവവൈദ്യരായിട്ട് ജീവിച്ചു കൂടാ? അതുകൊണ്ട് ഞാൻ ഈ ഞായറാഴ്ച തന്നെ സ്നാനപ്പെടുമെന്ന് ആ സ്ത്രീ എന്നോട് പറഞ്ഞു. ഞാൻ എന്നും ഓർക്കും. എൻ്റെ ഹൃദയം നന്ദി കൊണ്ട് നിറഞ്ഞു. ഞാൻ വിചാരിച്ചു, കർത്താവേ, ദുഃഖവും പ്രയാസവും ഞാൻ അനുഭവിച്ചതിന് എനിക്ക് ഒരു ദുഃഖവുമില്ല, ഒരു വ്യക്തി സ്നാനപ്പെടുന്നല്ലോ. അങ്ങനെ ആ മാതാവ് ഇന്നിപ്പം ഞങ്ങളുടെ സഭയിലുണ്ട്. അവൻ സുവിശേഷ പ്രവർത്തനത്തിൽ തൃശ്ശൂരിൻ്റെ ഭാഗത്തുമുണ്ട്. അങ്ങനെ ഒരു വലിയ സംഭവം ജീവിതത്തിലുണ്ടായി. പിന്നെ അപ്പോൾ എൻ്റെ വീട്ടിൽ വന്ന് എൻ്റെ മകൾ MBBS പഠിച്ച് വീട്ടിൽ വന്നപ്പോൾ അവൾ മാനസാന്തരപ്പെട്ട അനുഭവത്തിലായിരുന്നു. പക്ഷേ ആഭരണം എന്തും ചെയ്താലും ഊരത്തില്ല. അങ്ങനെ ഒരവസ്ഥയിലായിരുന്നു. അതുകൊണ്ട് അവൾ സ്നാനപ്പെടുത്തുമില്ല. എന്നാൽ പുത്തൻതെരുവിലുള്ള ഞങ്ങളുടെ ആരാധനയ്ക്ക് വലിയ പതിവുണ്ടായിരുന്നു. അപ്പോൾ ഒരു ദിവസം എന്നോട് ദൈവത്തിൻ്റെ ആത്മാവ് പറഞ്ഞു, നീ ചെന്ന് അവളെ ഒന്ന് നോക്ക്. അപ്പോൾ ഞാൻ ചെന്ന് നോക്കിയപ്പോൾ അവളുടെ ദേഹത്ത് ആഭരണം മുഴുവൻ മാറ്റിയിരിക്കും. ഞാൻ പറഞ്ഞു എന്ത് പറ്റി? അപ്പം ദൈവത്തിൻ്റെ ആത്മാവിനോട് ഇടപെട്ടു. എണ്ണി സ്തുതിപ്പാൻ എന്തെല്ലാം ദൈവം തന്നിട്ടുണ്ട്, ഈ വൃഥ ഇതൊക്കെ എന്തിനാണ് ഉപയോഗിക്കുന്നത് എന്നുള്ള വിധത്തിൽ ഒരു പാട്ട് അവൾ പാടിയിട്ട് ഞാൻ അതോട് ഊരിയെന്ന് പറഞ്ഞു. പിറ്റേ ആഴ്ച തന്നെ അവൾ സ്നാനപ്പെട്ടു. അവൾക്ക് കല്യാണപ്രായമായി. പെന്തിക്കോസ്താരായിട്ട് എൻ്റെ കുടുംബത്തിൽ ആരുമില്ല. ഇവൾക്ക് കല്യാണം ആലോചിക്കാൻ ആരോടാ? ഞാനും അവളും കട്ടിലിൻ്റെ അവിടെ താഴെ ഇരുന്നിട്ട് ദൈവത്തോട് പ്രാർത്ഥിച്ചു, കർത്താവേ, ഞങ്ങൾക്ക് കല്യാണം ആലോചിക്കാൻ ആരുമില്ല, അതുകൊണ്ട് നീ തക്കതായ ഒരു പെന്തിക്കോസ്തുകാരനെ, ഒരു ഡോക്ടറെ തന്നെ, ഇവളൊരു ഡോക്ടറായതുകൊണ്ട് ഒരു ഡോക്ടറെ തന്നെ നീ കൊണ്ടുതരണം എന്ന് പറഞ്ഞ് ഞാൻ ദൈവത്തോട് ഒരു നിബന്ധന കൂടെ വെച്ചു. കർത്താവേ, ഏത് ഗുണമെന്ന് തീരുമാനിക്കാൻ എനിക്ക് കഴിവില്ല, അതുകൊണ്ട് ഇവൾക്ക് വേണ്ടി ഒരുക്കിയ ആ ഭർത്താവിൻ്റെ വീട്ടുകാർ മാത്രം ഇവിടെ കടന്നു വരട്ടെ. അവർ കടന്നു വരുമ്പോൾ ഞാൻ ചോദിക്കും,
നിങ്ങൾക്ക് എന്തോ തുക വേണമെന്ന് ചോദിക്കുമ്പോൾ അവർ പറയണം പെൺകുട്ടി മാത്രം മതി, തുക തന്നാലും ഞങ്ങൾ വാങ്ങത്തില്ല. അങ്ങനെ ഒരു വിവാഹം വരികയാണെങ്കിൽ അത് നീ ഒരുക്കിയതാണെന്ന് ഞാൻ വിശ്വസിക്കും എന്ന് പറഞ്ഞു. 2-3 ആഴ്ച കഴിഞ്ഞപ്പോൾ അതുപോലെ തന്നെ ഒരു കല്യാണം വാരിയാപുരത്ത് നിന്ന് കടന്നു വന്ന് അപ്പനും അമ്മയുമായിട്ട് കയറി വന്നു. ഇതേ ചോദ്യം തന്നെ ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് എന്താ വേണ്ടത്? ഞങ്ങൾ തന്നാലും ഒന്നും വാങ്ങത്തില്ല, ഞങ്ങൾക്കൊരു നല്ല പെൺകുട്ടിയാണ് വേണ്ടത് എന്ന് പറഞ്ഞ് ആ കല്യാണം ഉറപ്പിക്കുകയുണ്ടായി. ചെറുക്കൻ അമേരിക്കയിൽ മിനിയാപോളിസ് എന്ന് പറഞ്ഞ സ്ഥലത്ത് ഹയർ സ്റ്റഡീസ് ചെയ്തുകൊണ്ടിരിക്കുക, ക്യാൻസർ സ്പെഷ്യലിസ്റ്റാണ്, ഹയർ സ്റ്റഡീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവൻ അമേരിക്കയിലുള്ള പെൺകുട്ടികളെ എല്ലാം പെന്തിക്കോസ്തുകാരെ ഈ അപ്പനും അമ്മയും 6 മാസം അവിടെ പോയി ചെന്ന് കല്യാണം ആലോചിച്ചിട്ടും അവൻ ഫോട്ടോ ഒന്നേ നോക്കത്തുള്ളൂ, പിന്നെ തിരിഞ്ഞങ്ങിരിക്കും. അവരെല്ലാം ആഭരണധാരികളായിരുന്നു. അതുകൊണ്ട് ഇവന് നിർബന്ധമായിട്ട് ആഭരണം ഊരിയൊരു പെണ്ണ് വേണം. അതുകൊണ്ട് ഇത് ആഭരണം ഊരിന്ന് കണ്ടപ്പോഴേക്കും അവൻ പറഞ്ഞു ഞാൻ ഇവളെ കെട്ടിക്കൊള്ളാം. അവർ തമ്മിൽ കാണുകൂടെ ചെയ്യാതെ കല്യാണം നിശ്ചയിച്ചു. അമേരിക്കയിൽ നിന്ന് വന്നു, ഒരു വെള്ളിയാഴ്ച വന്നു, ശനിയാഴ്ച വന്ന് ഇവളെ കണ്ടു, തിങ്കളാഴ്ച കല്യാണം ഉറച്ചു, ബുധനാഴ്ച കല്യാണം നടത്തി. അങ്ങനെ കല്യാണം അത്ഭുതകരമായ വിധം നല്ല വിധത്തിൽ കല്യാണം നടത്തി. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അവളെ അമേരിക്കയിൽ കൊണ്ടുപോകാൻ സ്റ്റുഡൻറ്റ് വിസയിലാണ് കൊണ്ടുപോയത്. ഒരാഴ്ച കഴിഞ്ഞത്തേക്ക് അമേരിക്കയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. അവിടെ ചെന്ന് കഴിഞ്ഞിട്ടും അത്ഭുതങ്ങളുടെ ഒരു പരമ്പരയാണ് അവിടെ ഉണ്ടായത്. ഞങ്ങളെപ്പോലുള്ളവർക്ക് വിശ്വാസത്തിൽ ഞങ്ങൾ ശിശുക്കളായിരുന്നുകൊണ്ട് ഈ വിശ്വാസത്തിൻ്റെ ശോധനം ഉണ്ടായാൽ മാത്രമേ ഞങ്ങൾ ഈ വിശ്വാസത്തിൽ ഉറക്കത്തുള്ളൂവെന്ന് നന്നായി അറിയുന്ന ദൈവം ഞങ്ങളെ ഈ പരമ്പരയിൽ കൂടി തന്നെ കടത്തിവിട്ടു. എൻ്റെ മകൾ ഒരു മാസം ഗർഭിണിയായപ്പോൾ ആശുപത്രിയിൽ ചെക്കപ്പിന് പോയി കഴിഞ്ഞ് വന്ന് എനിക്കൊരു ഫോണ്, മമ്മി എനിക്ക് പ്ലസൻ്റ പ്രിവിയ എന്ന് വെച്ചാൽ പ്ലസൻ്റ കുഞ്ഞിന് മുമ്പിലാണ് ഗർഭപാത്രത്തിൽ. സാധാരണഗതിയിൽ നോർമലായിട്ടുള്ളൊരു ഗർഭത്തിൽ കുഞ്ഞ് മുൻപിലും പ്ലസൻ്റ പുറകിലുമാണ്. ഇത് പ്ലസൻ്റ പ്രിവിയ എന്ന് വെച്ചാൽ പ്ലസൻ്റ മുൻപിൽ. അപ്പോൾ പ്രസവം നടക്കത്തില്ല, ബ്ലീഡിംഗ് ഉണ്ടായി മിക്കവാറും കുഞ്ഞ് മരിക്കും. അതുകൊണ്ട് അവരെന്നോട് പറഞ്ഞു അനങ്ങരുത്, തിരിയരുത്, 7 മാസമോ 8 മാസം വരെ അങ്ങനെ കിടന്നാൽ ചിലപ്പോൾ കുഞ്ഞിനെ കിട്ടിയേക്കും എന്നോട് പറഞ്ഞു. അത് വിളിച്ച് ഞാൻ പറഞ്ഞു ഇല്ല, നടക്കുകയില്ല. എൻ്റെ ദൈവം ഒരു കുഞ്ഞിനെ തന്നാൽ നിങ്ങൾക്കവിടെ വേലക്കാരില്ല, നീ സകല ജോലിയും ആ വീട്ടിലെ ചെയ്തല്ലേ ഒക്കത്തുള്ളൂ, അതുകൊണ്ട് നീ വേല ചെയ്യുക, ഞാൻ പ്രാർത്ഥിച്ചോളാം. ആഴ്ചയിൽ ഒരു ദിവസം ഉപവസിച്ച് പ്രാർത്ഥിക്കും. ഇന്നത്തെ ചെക്കപ്പ് എന്നാ 3 മാസം കഴിയുമ്പോൾ. ഞാൻ പറയുന്നു 3 മാസം കഴിഞ്ഞ് സ്കാൻ ചെയ്യുമ്പോൾ നോർമൽ സ്കാനിങ് എന്ന് വരുമെന്ന് ഞാനിന്ന് ഉറപ്പ് തരുന്നു. ഞാൻ സേവിക്കുന്ന ദൈവം ജീവനുള്ള ദൈവം. മകൾ എന്നോട് പറയാം മമ്മിക്ക് അമേരിക്കയിലെ സ്കാനിങ്ങിനെ പറ്റി അറിയത്തില്ല, അതുകൊണ്ടാണ്. അമേരിക്കയിലെ സ്കാനിങ് ഒരിക്കലും തെറ്റത്തില്ല. അപ്പം ഞാൻ പറയും എൻ്റെ ദൈവത്തിന് അതും തെറ്റിക്കാം എന്ന് മാത്രം ഉത്തരം പറഞ്ഞു. കേൾക്കണമോ? 3 മാസം കഴിഞ്ഞ് ഇവിടെ സ്കാനിങ്ങിന് പോയി സ്കാനിങ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ തന്നെ ഡോക്ടേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം ഓടുകയോ തിരക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ എന്തോ പ്രശ്നമുണ്ടെന്ന് മനസ്സിലായി. ഇവൾ ചോദിച്ചു എന്താ? ഞങ്ങൾക്ക് കുറച്ചുകൂടെ സമയം വേണം, ഞങ്ങൾ ഒരു സ്കാനിങ് കൂടെ ചെയ്യട്ടെ. അവൾ പറഞ്ഞു ചെയ്തു. 2ാമത്തെ സ്കാനിങ്ങിലും ഇത് തന്നെ. അവളോട് പറഞ്ഞു ഞങ്ങൾ വൈകുന്നേരത്തിന് വിളിച്ച് പറയാം എന്താണെന്ന് പറഞ്ഞ് അവളെ വീട്ടിലയച്ചു. വൈകുന്നേരത്തെ ഫോൺ വന്നപ്പോൾ പ്ലസൻ്റ പ്രിവിയ ഇല്ല, പ്ലസൻ്റ നോർമൽ സ്ഥാനത്തും കുഞ്ഞ് നോർമൽ സ്ഥാനത്തും. ഞാൻ വിശ്വസിക്കുന്ന എൻ്റെ മകൾ വിശ്വസിക്കുന്ന ദൈവം ആരാണെന്ന് കേൾവിക്കാർക്ക് ഇത് കേൾക്കുമ്പോൾ മനസ്സിലാകുമെന്ന് ഞാൻ കരുതുന്നു. അങ്ങനെ പ്ലസൻ്റ പ്രിവിയയിൽ ഡിസപ്പിയർ ചെയ്ത് പൂർണ്ണ നോർമലായ കുഞ്ഞും പൂർണ്ണ നോർമലായ പ്ലസൻ്റയും പുറത്തു വന്നു. 10ാം മാസം അവളെ ആശുപത്രിയിൽ കൊണ്ടുപോയി. ഒരു ലാസ്റ്റ് മിനിറ്റിൽ ഒരു സിസേറിയൻ വേണമെന്ന് പറഞ്ഞതനുസരിച്ച് സിസേറിയൻ സെക്ഷൻ ചെയ്തു. 3ാം ദിവസം അവിടെയൊക്കെ 3ാം ദിവസം 2ാം ദിവസം ഡിസ്ചാർജ് ചെയ്യും പേഷ്യൻ്റ്. ഇവളെ ഡിസ്ചാർജ് ചെയ്ത് കുഞ്ഞുമായി അവൾ വീട്ടിൽ വന്നു കഴിഞ്ഞ് 1 ദിവസം കഴിഞ്ഞുകൊണ്ട് എനിക്കൊരു ഫോണ്. അവൾക്ക് പെട്ടെന്ന് വയറ്റിലൊരു വലിയ വേദനയും ഛർദിലും വയറ്റിളക്കമില്ല, അവളെ റീഅഡ്മിറ്റ് ചെയ്തു ഹോസ്പിറ്റലിൽ എന്ന് ഫോൺ ചെയ്തു. അപ്പോഴും അത് വലിയ സീരിയസ് ആയിട്ട് എടുത്തില്ല. 2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ പിന്നെയും ഫോൺ വരുന്നു. ഉടനെ തന്നെ അവളുടെ വയറ് പിന്നെയും തുറന്നേ ഒക്കത്തുള്ളൂ,
ഇവർക്ക് കാരണം എന്താണെന്ന് കണ്ടുപിടിക്കാൻ സാധിക്കുന്നില്ല. 3 ദിവസത്തിനകം രണ്ടാമത്തെ ഓപ്പറേഷൻ വയറ് മുഴുവൻ തുറന്നു. എല്ലാ വയറ്റിലുള്ള സകല അവയവവും പുറത്തിട്ടവർ നോക്കി, യാതൊരു അപാകതയുമില്ല. ഒന്നും കണ്ടുപിടിക്കാതെ വയറടച്ചു. പിന്നെയും ICUയിൽ കൊണ്ടിട്ടു. മൂക്കിൽ കൂടെ ട്യൂബ്, കയ്യിൽ കൂടെ ട്യൂബ്, കാലിൽ കൂടെ ട്യൂബ് എല്ലാം ഇട്ട് ഒന്നും കുടിക്കാനും കൊടുക്കാതെ എടുക്കുക. എന്നിട്ടും ഇവരുടെ ഛർദ്ദിലും നിൽക്കുന്നില്ല, വയറ്റിളക്കം നിൽക്കുന്നില്ല. രോഗം കണ്ടുപിടിക്കാൻ സാധിക്കാതെ ഭാരപ്പെടുന്ന ഒരവസ്ഥ. അപ്പോൾ ഡാളസിലുള്ള വിശ്വാസികൾ, മിനിയാപോളിസിലുള്ള വിശ്വാസികളെല്ലാം ഉപവസിച്ച് പ്രാർത്ഥിച്ചിട്ട് അവർക്ക് കിട്ടിയ ഒരു ദർശനം എന്താണെന്ന് വെച്ചാൽ, ഇവൾക്ക് വേണ്ടി, എൻ്റെ മകളുടെ പേര് ദീപ എന്നാണ്, ദീപായ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാതെ ഇവളുടെ പിതാവിന് വേണ്ടി പ്രാർത്ഥിക്കാം. പിതാവ് അന്ന് കുവൈറ്റിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ ഭർത്താവ് അന്ന് ദൈവത്തെ അറിഞ്ഞിരുന്നില്ല. അപ്പോൾ പിതാവിന് വേണ്ടി പ്രാർത്ഥിക്കാൻ, അപ്പോൾ അവരെല്ലാം പിതാവിന് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങി. അപ്പോൾ ഞാൻ എൻ്റെ ഭർത്താവിനെ വിളിച്ച് ഒരു രാവിലെ സമയത്ത് പറഞ്ഞു, ദീപയുടെ കണ്ടീഷൻ വളരെ മോശമാണ്. അവരെല്ലാം പറയുന്നു അവൾക്കല്ല കുഴപ്പം, പിതാവിനാണ് കുഴപ്പം. അതുകൊണ്ട് രായിച്ചാൻ എത്രയും വേഗം രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ഒരു ദൈവ പൈതലാവണം. ഇതെന്തോ ഭ്രാന്താ പറയുന്നത്. പെന്തിക്കോസുകാർക്കെല്ലാം ഭ്രാന്താന്ന് ഞാൻ ഇപ്പോഴും പറയുമല്ലോ. ഇതിപ്പം അവക്കാ ഓപ്പറേഷൻ, അവളുടെ വയറ്റിലാ പ്രശ്നം. അതിന് ഞാൻ കുവൈറ്റ് സ്നാനപ്പെട്ടാൽ എങ്ങനെ ചെയ്യും? ഞാനൊന്നും മറുപടി പറയാതെ ഞാൻ ഫോൺ താഴെ വെച്ചു. അന്ന് വൈകുന്നേരമായപ്പോൾ ഒരു 8 മണി 9 മണിയായപ്പോൾ കുവൈറ്റിൽ നിന്ന് എനിക്ക് പിന്നെയും ഫോണ്. ആദ്യം എന്നോട് ക്ഷമിക്കണം ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞതിന്. നിങ്ങൾ പറയുന്നത് ശരി, ഞാനൊരു പാപിയാണ്, ഞാൻ എന്തോ ചെയ്യണം? ഞാൻ പറഞ്ഞു വേഗം രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെടുക. അതൊക്കെ എവിടെ ചെന്നാൽ ചെയ്യാൻ വെക്കും? ഞാൻ പറഞ്ഞു ഇവിടെ തന്നെ ഇപ്പോൾ മിനിയാപോളിസിൽ തന്നെ പോകും. അവിടെ പാസ്റ്റർ ജോൺസൺ ഉണ്ടല്ലോ, എന്നെയും ദീപായെയും എല്ലാം സ്നാനപ്പെടുത്തിയ പാസ്റ്റർ അവിടെ ഉണ്ടല്ലോ, അദ്ദേഹം സ്നാനപ്പെടുത്തും. അപ്പോൾ രോഗമെല്ലാം മാറും. ഉടനെ തന്നെ പുള്ളിക്കാരൻ അവിടെ പോയി. ഹോസ്പിറ്റലിൻ്റെ ഭാഗത്തെങ്ങാണ്ട് എനിക്കൊന്ന് സ്നാനക്കുളം ഉണ്ടായിരുന്നു. ആ സ്നാനക്കുളത്തിൽ ഇറങ്ങി സ്നാനപ്പെടുന്ന ഫോട്ടോ എനിക്കിവിടെ അയച്ചു തന്നു. സ്നാനപ്പെട്ട് കഴിഞ്ഞ ഉടനെ ദൈവത്തിൻ്റെ അത്ഭുത പ്രവൃത്തി, എൻ്റെ മോളുടെ ട്യൂബ് മൂക്കിൽ നിന്നും കയ്യിൽ നിന്നും എല്ലാം ഊരാൻ ദൈവം കൃപ ചെയ്തു. 1 ഗ്ലാസ് മാംഗോ ജ്യൂസ് കുടിക്കാൻ കൊടുത്തു. അതെല്ലാം ഞാൻ വീഡിയോയിൽ കൂടെ കണ്ടതാണ്. അപ്പോൾ പിറ്റേ ദിവസം തന്നെ അവൾ എഴുന്നേറ്റ് നടന്നു, കുഞ്ഞിനെ കയ്യിലെടുത്തു. 3-4 ദിവസം കഴിഞ്ഞപ്പോൾ അവൾ ഡിസ്ചാർജ് ചെയ്തു. വീട്ടിൽ വന്നു, സ്നാനപ്പെട്ട അപ്പനുമായിട്ട് വന്നു. അങ്ങനെ ഒരു അത്ഭുതം എൻ്റെ ഭർത്താവിൻ്റെ ജീവിതത്തിൽ ചെയ്ത് എൻ്റെ മകളുടെ ജീവിതത്തിലെ ഒരു വലിയ വിടുതലായിരുന്നു ആ ഒരു സംഗതി. ആ ദേശം മുഴുവൻ ഇളകിയ ഒരു വിഷയമായിരുന്നു. അന്നു മുതൽ എൻ്റെ മകൾ പൂർണ്ണസുഖത്തോടും ആരോഗ്യത്തോടും കൂടി ജീവിക്കുന്നു. എൻ്റെ ഭർത്താവിൻ്റെ വിഷയം, അദ്ദേഹം 10-12 വർഷമായിട്ട് ട്രിവാൻഡ്രം റബ്ബർ വർക്സിൻ്റെയും മദ്രാസ് റബ്ബേഴ്സിൻ്റെയും എല്ലാം ജനറൽ മാനേജറായിട്ടൊക്കെ വേല ചെയ്ത, മാൻസ്ഫീൽഡ് ടയേഴ്സിൻ്റെയൊക്കെ ജനറൽ മാനേജറായിട്ട് വേല ചെയ്ത മനുഷ്യൻ വീട്ടിൽ വന്ന് 10-12 വർഷമായിട്ട് ചുമ്മാതിരിക്കുക, ഒരു ജോലിക്കും പോകത്തില്ല. അപ്പോൾ ഞാനിങ്ങനെ ഇരുന്ന് ആ വിഷയം തന്നെ ഒരു ഉച്ച സമയത്തിരുന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു ചെവി കേൾക്കാൻ സാധിക്കാത്തൊരു പാസ്റ്റർ ഞങ്ങളുടെ വീട്ടിൽ, ഞാൻ കണ്ടിട്ടുകൂടില്ലാത്തൊരു പാസ്റ്റർ കൊട്ടാരക്കരയിൽ നിന്ന് വന്ന് എൻ്റെ വീടിൻ്റെ കതകൾ മുട്ടി കയറി വന്നപ്പോൾ പറഞ്ഞു, നീ നിൻ്റെ ഭർത്താവിനെ ഓർത്ത് കരഞ്ഞ് പ്രാർത്ഥിക്കുകയായിരുന്നു. ഞാൻ പറഞ്ഞു അതെ. പുള്ളിക്കാരൻ അവിടെ ഇരുന്നുകൊണ്ട് ഒരു പ്രാർത്ഥിച്ചു കഴിഞ്ഞിട്ട് പറഞ്ഞു, നീ വിഷമിക്കേണ്ട, നിൻ്റെ ഭർത്താവ് ഗൾഫിൽ പോകും, ഗൾഫിൽ പോയാൽ അവിടെ വെച്ച് മാനസാന്തരപ്പെട്ട് അവൻ സ്നാനപ്പെടും എന്ന് പറയുകയുണ്ടായി. ഞാനൊന്നും പറഞ്ഞില്ല. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് അപ്സ്റ്റേഴ്സിൽ കൂടെ നടക്കുമ്പോൾ ഈ ശബ്ദം അവിടെ കേട്ടുകൊണ്ട് എന്നോട് എന്ത് ഈ ഉപദേശിച്ച് പറയുന്നത്? ഞാൻ പറഞ്ഞു രായിച്ചാൻ ഗൾഫിൽ പോകുന്നു. പിന്നെ ഗൾഫിൽ പോയി, എനിക്ക് ഒരു പാസ്പോർട്ട് കൂടി ഇല്ല, പിന്നെ ഞാൻ ഗൾഫിൽ പോകുന്നു. അദ്ദേഹം അങ്ങ് പോവുകയും ചെയ്തു. 2 ദിവസം കഴിഞ്ഞപ്പോൾ എൻ്റെ ഹസ്ബൻഡ് അനുജൻ ഒരു ഡോക്ടർ, കുവൈറ്റ് ജോലിയുണ്ട്, കുവൈറ്റിൽ നിന്ന് പുള്ളിക്കാരനൊരു പറഞ്ഞു, വേഗം ഒരു പാസ്പോർട്ട് എടുത്തേര്, ഞാൻ ഇവിടുന്ന് ഒരു വിസിറ്റിംഗ് വിസ അയക്കുകയാണ്. വിസിറ്റിംഗ് വിസ വന്നു, ടിക്കറ്റും എടുത്തു ഞായറാഴ്ച പോകാനായിട്ട്. ചുമ്മാ ഒരു 3 മാസത്തേക്ക് പോകാമെന്ന് പറഞ്ഞ് പോവുക. വെള്ളിയാഴ്ച ആയപ്പോൾ വലിയ ന്യൂസ്, സദാം ഹുസൈൻ കുവൈറ്റിൽ പോയി ബോംബിട്ടു.
അതുകൊണ്ട് എല്ലാ ട്രാഫിക്കും ബ്ലോക്കായി, പ്ലെയിൻ ഓടുന്നില്ല. എൻ്റെ അനിയനും ഭാര്യയുമെല്ലാം കുവൈറ്റ് വിട്ടോടേണ്ടി വന്നു, വലിയ വിഷയങ്ങൾ. അതുകൊണ്ട് അപ്പോൾ എൻ്റെ ഭർത്താവ് എന്നോട് പറഞ്ഞു, എന്തോ ആയി, നിൻ്റെ ദൈവം പറഞ്ഞിട്ട് ഞാൻ കുവൈറ്റിൽ പോയോ, ഞാൻ ചുമ്മാതിരിക്കുകയല്ലേ, നാളം കെടുകയല്ലേ ചെയ്തത്. ഞാനതിനൊന്നും മറുപടി പറഞ്ഞില്ല. ഒരു 3 ആഴ്ച കഴിഞ്ഞപ്പോൾ ആ ദൈവദാസൻ, കൊട്ടാരക്കരയിൽ നിന്നുള്ള ദൈവദാസൻ തിരിച്ചു കയറി വന്നിട്ട്, ഭർത്താവ് പോയില്ലല്ലേ, പോകാഞ്ഞതിന് വിഷമിക്കേണ്ട, ഭർത്താവ് പോവും എന്ന് പറഞ്ഞ് പിന്നെ അങ്ങ് ഇറങ്ങിപ്പോയി. ഒരു 3-4 മാസം കഴിഞ്ഞപ്പോൾ എൻ്റെ ഭർത്താവിന് ഒരു വീസ. അപ്പോൾ എൻ്റെ അനിയനിങ്ങ് തിരികെ വന്നു. ഭർത്താവിന് ഏത് ഒരു കമ്പനിയിൽ നിന്ന് ഒരു വീസ അയച്ചു കൊടുത്തിരിക്കുന്ന ഒരു ജോലിക്കെന്നും പറഞ്ഞു. പുള്ളിക്കാരൻ ജോലിക്ക് അപ്ലൈ ചെയ്ത് ഒന്നുമല്ല. അങ്ങനെ ഒരു ജോബ് വീസയിൽ തന്നെ എൻ്റെ ഹസ്ബൻഡിന് പോകാനൊത്തു. അങ്ങനെ അവിടെ ജോലി ചെയ്തു. അവിടെ 3-4 മാസം കഴിഞ്ഞ ഉടനെ 3-4 വർഷം അവിടെ പോയി ജോലി ചെയ്ത് കഴിഞ്ഞിട്ടും അദ്ദേഹം രക്ഷിക്കപ്പെട്ടുമില്ല, സ്നാനപ്പെട്ടുമില്ല. അപ്പം കമ്പനിക്കാർ പറഞ്ഞു 3 വർഷം കഴിഞ്ഞല്ലോ, ഇനിയും വിസ പുതുക്കാനൊക്കത്തില്ലെന്ന്. അപ്പോൾ എന്നോട് പറഞ്ഞു, ഞാനങ്ങ് വരിക, 3 വർഷം കഴിഞ്ഞപ്പോൾ പൊക്കോളാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു, വരാനൊക്കത്തില്ല. അതെന്താ? എൻ്റെ ദൈവം എന്നോട് പറഞ്ഞിരിക്കുന്നത് ഒരാഴ്ച ഞാൻ കുവൈറ്റിൽ വെച്ച് മാനസാന്തരപ്പെട്ട് സ്നാനപ്പെടുമെന്ന്. അത് നടക്കാതെ വരാനൊക്കത്തില്ല. അത് നിനക്കറിയാൻ പാടില്ലാത്ത കുവൈറ്റ് കമ്പനികളൊക്കെ പോകാൻ പറഞ്ഞാൽ പോയേ ഒക്കത്തുള്ളൂ. അത് വീസായും അല്ല സ്നാനവുമായിട്ടൊന്നും ബന്ധമില്ല. ഞാൻ പറഞ്ഞത് എൻ്റെ ദൈവം പറഞ്ഞെങ്കിൽ അത് നടക്കും. ഏതായാലും അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അന്ന് ഞങ്ങളുടെ പാസ്റ്റർ വീട്ടിൽ വന്നിട്ട് പറഞ്ഞു, എന്തുവായി ഭർത്താവിൻ്റെ കാര്യം? ഞാൻ പറഞ്ഞു, ഭർത്താവ് അവിടെ ഉണ്ട്, ഇതുവരെയും ഒന്നും സംഭവിച്ചിട്ടില്ല. അദ്ദേഹവും അവിടെ നിന്ന് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നിൻ്റെ ദാസന് ലഭിക്കേണ്ട പേപ്പേഴ്സ് ഇപ്പോൾ തന്നെ ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചിട്ട്, എനിക്ക് തോന്നുന്നു പുത്തങ്കാവ് കവലേ ചെന്നപ്പോൾ എനിക്കൊരു ഫോൺ കുവൈറ്റിൽ നിന്ന് വരുന്നു. കമ്പനിക്കാർ തന്നെ വിളിച്ച് റീജോയിൻ ചെയ്യാനായിട്ട് പറഞ്ഞു. അങ്ങനെ പുള്ളിക്കാരൻ ഒരു 5 വർഷം കൂടെ പിന്നെ അവിടെ വേല ചെയ്യുവാനായിട്ട് ദൈവം കൃപ ചെയ്തു. ആ സമയത്താണ് ഈ അമേരിക്കയിൽ പോയി സ്നാനപ്പെടുവാനും എല്ലാം ഇടയായി ഒരു ദൈവ പൈതലാകാനുള്ള ഭാഗ്യം അദ്ദേഹത്തിനുണ്ടായത്. എൻ്റെ മകൻ, ഇപ്പോൾ എൻ്റെ മകൻ മാത്രമേ ഉള്ളൂ വിശ്വാസത്തിൽ വരാത്ത. എൻ്റെ മകൻ BCom ചെയ്യാനായിട്ട് സൈപ്രസ് എന്ന സ്ഥലത്തേക്ക് കടന്നുപോയി. അപ്പോൾ എൻ്റെ ഭർത്താവ് പറയുന്നത് എനിക്ക് ഓർമ്മയുണ്ട്, സൈപ്രസിൽ ഓർത്തഡോക്സിൻ്റെ ഹെഡ് ഓഫീസാണ്, നല്ല പള്ളികളുണ്ട്, ഓർത്തഡോക്സ് പള്ളികൾ, നീ അവിടെ പോയി ആരാധനയ്ക്ക് പോകണമെന്നൊക്കെ പറഞ്ഞ് ഇവനെ അയക്കുകയുണ്ടായി. ഞാനൊന്നും പറയാൻ പോയില്ല. ഇവന് ഞായറാഴ്ച നേരം വെളുത്തപ്പോൾ ഞാൻ ചെയ്യുന്ന പോലെ ബൈബിൾ എടുത്ത് കൈവച്ചുകൊണ്ട് അവൻ റോഡിൽ അങ്ങ് നടന്നു. എവിടാ പോകുന്നതെന്ന് അവനറിയത്തില്ല. അപ്പോൾ 2-3 സ്ത്രീകൾ വെള്ള വസ്ത്രം ധരിച്ച് എങ്ങാണ്ട് പോകുന്നത് കണ്ടപ്പോൾ അവൻ എന്നെ ഓർത്ത്, ഞാൻ വെള്ള വസ്ത്രമാണ് ഞായറാഴ്ച ധരിക്കുന്നത്. അപ്പോൾ എന്നെ ഓർത്ത് ഈ സ്ത്രീകളുടെ പുറകെ അങ്ങ് നടന്നു. കുറച്ച് നടന്നപ്പോൾ ഒരു ചെറിയ കെട്ടിടത്തിൽ ഈ സ്ത്രീകൾ ചെന്ന് കയറി. എൻ്റെ മോനും ചെന്ന് കയറിയപ്പോൾ അവിടെ ഒരു ചെറിയ കൂട്ടായ്മയാണ്, ബ്രദറുകാരുടെ കൂട്ടായ്മയാണ്. എല്ലാവരും അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുന്നു. ഇവനും അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചു. പിന്നെ അവനവിടെ പഠിച്ചിടത്തോളം കാലം അവിടെയാണ് ആരാധനയ്ക്ക് പോയി. അവിടെ വെച്ച് അവൻ രക്ഷിക്കപ്പെട്ട്, സ്നാനപ്പെട്ടില്ല, രക്ഷിക്കപ്പെട്ട് ആയിരുന്നു. ഇന്ത്യയിൽ വന്ന ശേഷം അവനും ഒരു ദൈവ പൈതലിനെ തന്നെ വിവാഹം കഴിച്ച് ഇന്നിപ്പോൾ 2 പേരും രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ഓസ്ട്രേലിയയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു. ഈ വർഷം 2014 ജാനുവരി ആയപ്പോൾ എനിക്ക് ജാനുവരി 1-ാം തീയതി എനിക്കൊരു ഫോൺ കോൾ വരുന്നു. ഈ വർഷം മാരകമായൊരു രോഗം ഡോക്ടർക്കുണ്ടാകും. ഞാൻ പറഞ്ഞു, അത് അങ്ങനെ ഒരു അറിവ് കിട്ടിയെങ്കിൽ പ്രാർത്ഥിച്ചാൽ അതിന് വിടുതലുണ്ട്, അതുകൊണ്ട് സാരമില്ല, ഞാൻ പ്രാർത്ഥിച്ചോളാം. ഒരു മാസം മുമ്പ് ഒരു ദിവസം എനിക്കൊരു ഛർദിലോടുകൂടി ഞാൻ താഴെ പോയി ആശുപത്രിയിൽ രോഗികളെ കണ്ടു. രാത്രി മുഴുവൻ ഛർദ്ദിച്ചു, രാവിലെയും ഛർദ്ദിച്ചു. ഉച്ചയായപ്പോഴത്തേക്ക് എൻ്റെ മരുമകൻ, അതായത് ഈ ഓങ്കോളജിസ്റ്റ്, അപ്പോളോ ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്ന ഓങ്കോളജിസ്റ്റ് വീട്ടിൽ വന്നിറങ്ങി മദ്രാസിൽ നിന്ന്. അപ്പോൾ ഈ സ്റ്റാഫെല്ലാം കൂടി ചെന്ന് പറഞ്ഞു, ഡോക്ടർ ഇന്നലെ രാത്രി മുതൽ ഛർദിലാണെന്ന്. അപ്പോൾ എന്നെ പിടിച്ച് കാറിൻ്റെ അകത്ത് കയറ്റി നേർക്ക് പുഷ്പഗിരിയെല്ലാം കൊണ്ടുപോയി. പുഷ്പഗിരിയിൽ അവർ എന്നെ നേർക്ക് ICU കൊണ്ട് കിടത്തി.
ഞാൻ പറഞ്ഞു ICU കിടത്തേണ്ട ഒരു രോഗവും എനിക്കില്ല, ഞാൻ ഛർദ്ദിച്ചെന്നുള്ളതേ ഉള്ളൂ, എന്നാലും ടെസ്റ്റൊക്കെ ഒന്ന് ചെയ്യട്ടെ. സന്ധ്യ 10 മണി വരെ എല്ലാ ടെസ്റ്റും ചെയ്തു, എല്ലാം നെഗറ്റീവ്. നേരം വെളുത്തപ്പോൾ ഗ്യാസ്ട്രോഎൻട്രോളജിസ്റ്റ് വന്ന് പറഞ്ഞു, ഞങ്ങൾ ഒരു കാരണവും കാണുന്നില്ല, ഏതായാലും വന്നതിൽ ഒരു അൾട്രാസൗണ്ട് സ്റ്റഡി ആബ്ഡമൻ്റെ ചെയ്യട്ടെ. ഞാൻ പറഞ്ഞു ചെയ്തു. എന്നെ അൾട്രാസൗണ്ട് സ്റ്റഡിക്ക് കൊണ്ടുപോയി. അത് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഡോക്ടർമാരെല്ലാം എല്ലാവരും അന്യോന്യം എന്തൊക്കെയോ പറയുകയോ ഒക്കെ ചെയ്യുന്നു. അവർ പറഞ്ഞു സ്മോൾ ഇൻറ്റെസ്റ്റൈൻ എന്തോ ഒരു തകരാറ് കാണുന്നു, ഞങ്ങൾക്കൊരു CT സ്കാൻ ചെയ്യണം. ഞാൻ പറഞ്ഞു ചെയ്തു. പിന്നെ എന്നെ CT സ്കാൻ്റെ വാർഡിലേക്ക് കൊണ്ടുപോയി. അവിടെ ചെന്ന് CT സ്കാൻ ചെയ്തപ്പോഴത്തേക്ക് അതിലും പ്രയാസം. എല്ലാ ഡോക്ടർമാരും 8-10 ഡോക്ടേഴ്സുണ്ട്, എല്ലാവരും അന്യോന്യം ഓടുന്നു, അന്യോന്യം സംസാരിക്കുന്നു, ഞാൻ കേൾക്കാതിരിക്കാൻ. അപ്പം എനിക്ക് മനസ്സിലായി എന്തോ കാര്യമായ ഒരു തകരാറുണ്ടല്ലോ എന്ന്. ഞാൻ അവിടെ കിടന്നുകൊണ്ട് ദൈവത്തോട് പറഞ്ഞു, കർത്താവേ, എനിക്ക് നിൻ്റെ സന്നിധിയിൽ വരുന്നതിന് സന്തോഷം മാത്രം. നീ എന്നെ വിളിക്കുന്നുവെങ്കിൽ ഇന്ന് തന്നെ വിളിച്ചാട്ടെ നേർക്ക് സ്വർഗത്തിലേക്ക്. പക്ഷേ ഈ പുഷ്പഗിരി ആശുപത്രിയിൽ കിടക്കാനോ ഒരു രോഗിയായി വീട്ടിൽ പോയി കിടക്കാനോ എന്നെ അനുവദിക്കരുതേ എന്ന് ഞാനൊരു പ്രാർത്ഥിച്ചു. അതാ പറയുക, തൻ്റെ മക്കളുടെ യാചനയ്ക്ക് ചെവി തരുന്ന ഒരു ദൈവം. പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് റേഡിയോളജിയുടെ ചീഫ് വന്നിട്ട്, എന്താ നിങ്ങളെല്ലാവരും ഇങ്ങനെ നിൽക്കുന്ന, ഫിലിമെല്ലാം കാണിച്ച് ഫിലിമെല്ലാം നോക്കിയിട്ട് ആ പുള്ളിക്കാരൻ പറയുക, ഇത് പേടിക്കേണ്ടതൊന്നുമല്ല, ഇത് വെറും ഇൻഫ്ലമേഷൻ മാത്രമേ ഉള്ളൂ, ക്യാൻസറൊന്നുമല്ല. എന്നിട്ട് എന്നോട് പറഞ്ഞു ഇന്ന ഇഞ്ചക്ഷൻ 10 ദിവസം എടുക്കാം. ഞാൻ പറഞ്ഞു ആട്ടേന്നും പറഞ്ഞു, വീട്ടിൽ പൊക്കളാനും പറഞ്ഞു. ഞാൻ 10 ദിവസം ഇഞ്ചക്ഷൻ എടുത്തു. 2 ദിവസം ഇഞ്ചക്ഷൻ എടുത്തപ്പോൾ എൻ്റെ സകല അസുഖവും മാറി. അന്ന് മുതൽ ഇന്ന് വരെ പൂർണ്ണ ആരോഗ്യത്തോടെ എല്ലാ ഭക്ഷണവും കഴിച്ച് ഞാൻ ജീവിക്കുന്നു. ഇത് ഞാൻ ദൈവനാമ മഹത്വത്തിന് വേണ്ടിയാണ് പറയുന്നത്. ദൈവം എൻ്റെ ആയുസ്സിനെ ദീർഘിപ്പിച്ചു, അത് അവൻ്റെ മഹത്വത്തിന് വേണ്ടി ഉപയോഗിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇന്നും യേശുവിനെ അറിയേണ്ട പോലെ അറിയാതെ ജീവിക്കുന്ന അനേക ക്രിസ്ത്യാനികളെന്ന് പേര് പറയുന്നവർ ഈ ഭൂമിയിൽ ഉള്ളതുകൊണ്ട് ഈ സാക്ഷ്യം കേൾക്കുന്നവരിൽ യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ ഭാഗ്യപദവിയിൽ അവരും എത്തിച്ചേരണമേന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. നിങ്ങൾക്കെല്ലാം നന്മയുണ്ടാകട്ടെ. കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇതുവരെയും നിങ്ങൾ കേട്ടുകൊണ്ടിരുന്നത് ദൈവദാസി ഡോക്ടർ ജോയ്സ് മാമൻ അവരുടെ സാക്ഷ്യമായിരുന്നു. അനേക സംഭവങ്ങൾ നിങ്ങൾ കേൾക്കുവാനിടയായി. മരിച്ച രോഗിയെ വരെ ഉയർപ്പിക്കുന്ന അനുഭവം, ആ വിശ്വാസം ആ ദൈവദാസിയിലുണ്ടായി. അനേക അനുഭവങ്ങൾ കേട്ട സംഭവങ്ങൾ കേട്ട നിങ്ങൾക്ക് ഈ കർത്താവും രക്ഷിതാവുമായ യേശുവിനെ സ്വീകരിക്കുവാൻ മനസ്സുണ്ടെങ്കിൽ ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. എന്നോടൊപ്പം നിങ്ങൾ കരങ്ങളെ നിങ്ങളുടെ വീഡിയോ സ്ക്രീനിലേക്ക് അല്ലെങ്കിൽ ടെലിവിഷൻ സ്ക്രീനിലേക്കോ അല്ലെന്നുണ്ടെങ്കിൽ കമ്പ്യൂട്ടർ സ്ക്രീനിലേക്കോ നിങ്ങൾ കരങ്ങളെ ഉയർത്തിക്കാട്ടെ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. എന്നോടൊപ്പം ഈ പ്രാർത്ഥന ഏറ്റുചൊന്നോട്ടെ. യേശുവേ, നീ എനിക്ക് വേണ്ടി മരിച്ചു, എനിക്ക് വേണ്ടി അടക്കപ്പെട്ടു, എനിക്ക് വേണ്ടി 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റുവെന്ന് ഞാൻ എൻ്റെ ഹൃദയത്തിൽ വിശ്വസിക്കുന്നു. ഹൃദയത്തിൽ വിശ്വസിക്കുകയും ഏറ്റുപറയുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടുമെന്നുള്ള ദൈവത്തിൻ്റെ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ യേശുവിനെ എൻ്റെ കർത്താവും എൻ്റെ രക്ഷിതാവുമായി ഞാൻ ഹൃദയത്തിൽ വിശ്വസിച്ച് വായ് കൊണ്ട് ഏറ്റുപറയുന്നു. ആമേൻ. ഈ പ്രാർത്ഥന ഏറ്റുപറഞ്ഞ നിങ്ങൾക്ക് നിങ്ങളുടെ അടുത്തുള്ള ഏതെങ്കിലും ഒരു ദൈവദാസനെ കാണുക, ബൈബിൾ വിശദമായി പഠിപ്പിക്കുന്ന ഏതെങ്കിലും ചർച്ചിൽ ചെന്ന് ആരാധിക്കുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. ഇത് ഏറ്റുപറഞ്ഞവർ രക്ഷിക്കപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുകയും ദൈവവചനം അങ്ങനെ അനുശാസിക്കുകയും ചെയ്യുന്നു. ദൈവമായ കർത്താവ് നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഇത്രയും നേരം ഞങ്ങളെ ശ്രമിച്ചുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി, നമസ്കാരം. ദൈവം അനുഗ്രഹിക്കട്ടെ.